ആകാശഭൂമികൾ സൃഷ്ടിച്ചു രക്ഷകൻ രാവും പ്രകാശവും ചൂടുന്നനന്തമായി സാഗരേ പോതങ്ങൾ നീങ്ങുന്നു ഭദ്രമായി വാനിൽ നിന്നമ്പസ്സു വീഴുന്നു കൃത്യമായി കാർമേഘവാദവും ശീക്രജാലങ്ങളും ഈശന്റെ ആജ്ഞയ്ക്കതീശ്വരാണെപ്പോഴും പേമാരി പെയ്യിച്ചു ശൂന്യമാം ഭൂമിക്ക് രോമാഞ്ചമേകുന്നതില്ലയോ രക്ഷകൻ കാരുണ്യ സിന്ധുവാമല്ലാഹുവിന്തിരു നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ. സ്നേഹ ബഹുമാനത്തോട് നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വെടിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ 2ാം ദിവസമാണ്. ഇന്നലെ ഇസ്ലാമിക സമൂഹം മുഴുവനും ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആദരവായ പ്രവാചകൻ ഈ സമൂഹത്തിന് സന്തോഷ വൃത്താന്തം അറിയിച്ച ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനം വരെയുള്ള ഖിയാമത്ത് നാളിന്റെ സംഭവ ബഹുലമായ ചടുലമായ ഉദ്വേഗജനകമായ സംഭവ വിഗതികളാണ് നാം ഇന്നലെ ചർച്ച ചെയ്തു പിരിഞ്ഞത്. ഇനി ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് മുതൽ ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളുടെയും വലിയ അടയാളങ്ങളുടെയും ഇടയിലുള്ള ഒരു വഴിത്തിരിവാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രംഗപ്രവേശം, കടന്നുവരവ് എന്നാണ് ചരിത്രകാരന്മാർ കുറിക്കുക. അതുമായി ബന്ധപ്പെട്ട് ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങളിലേക്ക് ദജ്ജാലടക്കം യഅ്ജൂജ് മഅ്ജൂജ് അടക്കം ദാബത്തുൽ അർള് അടക്കമുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാരും ഹദീസ് വിശാരദരായ പണ്ഡിതന്മാരും ചർവിത ചർവണം നടത്തിയ പാരാവാരം പോലെ പരന്നു കിടന്ന ഒരു വിഷയമാണ് അറിവിന്റെ ബാലാരിട്ടത പോലും പിന്നിട്ടിട്ടില്ലാത്ത വിനീതനെ സംബന്ധിച്ചോളം ഇന്ന് പറയേണ്ടത്. അള്ളാഹു പറയുവാൻ അറിവിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് വീണ്ടും കിടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. 1992 ജൂലൈ 17 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന്റെ കെയ്റോയിലെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ പതിവൊന്നുമില്ലാത്തതുപോലെ ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് കാണാം. കെയ്റോ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് കാത്തു നിൽക്കുന്ന
വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തിയ മാധ്യമ പടയുടെ ഒരു വൻ തിരക്ക് തന്നെ പ്രസിഡന്റിന്റെ കൊട്ടാര വസതിയുടെ മുമ്പിലുണ്ട്. 1948 മുതൽ പശ്ചിമേഷ്യയെ ഒരു കലാപ കലുഷിത സംവിധാനമാക്കി മാറ്റിയ, വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഈജിപ്ഷ്യൻ രാജാവ് ഹുസ്നി മുബാറക്കിന്റെ മധ്യസ്ഥതയിൽ ഫലസ്തീൻ വിമോചന മുന്നണിയുടെ പോരാളി യാസർ അറഫാത്തും അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാഖ് റബീനും തമ്മിലുള്ള സന്ധി സംഭാഷണം കൈറോ കൊട്ടാരത്തിൽ നടക്കുകയാണ്. ആകാംക്ഷ മുട്ടിനിന്ന കുറെ മണിക്കൂറുകൾക്ക് ശേഷം രാജാവിന്റെ ഔദ്യോഗിക വസതിയുടെ മുൻവാതിൽ തുറന്നു. ചർച്ചയുടെ വിശദാംശമറിയാൻ മാധ്യമപ്പട രാഷ്ട്രത്തലവന്മാരുടെ ചുറ്റും കൂടി. സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇറങ്ങി വന്ന അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ ഇഷാഖ് റബീനോട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബി പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചുവത്രേ, സിസ്റ്റർ ഇഷാഖ് റബീൻ, ഏതാണ്ട് അരനൂറ്റാണ്ടായി ഞങ്ങളുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഖിബലയായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയെ മലീമസമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്ലാമിക ആവേശ ഞരമ്പിലൂറുന്ന അറബി പത്രലേഖകൻ ഒരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഇഷാഖ് റബീനോട് ചോദിച്ചുവത്രേ, അമേരിക്കയെ കൂട്ടുപിടിച്ച് സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിക രാജ്യത്തെ തച്ചു തകർത്താനുള്ള നിങ്ങളുടെ ശ്രമം ഒരിക്കലും ഫലവത്താവുകയില്ല. ആരൊക്കെ നിങ്ങൾക്ക് പിന്തുണ നൽകിയാലും നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ നേതാവായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടാണ് വിട പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ 100% വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്രായേലി ജൂത സമൂഹത്തിന് മുസ്ലിമീങ്ങളെ കീഴടക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ നേതാവായ അള്ളാന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞതാ, ലാ തഖൂമുസ്സാഅ, ഒരിക്കലും ലോകം അവസാനിക്കുകയില്ല. ലാ തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ മുഖാമുഖം പോരാടുന്ന ഒരു പോരാട്ടം നടക്കും. ആ പോരാട്ടം ലോകം അവസാനിക്കുകയില്ല. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ മുസ്ലിമോൻ, പാശ്ചാത്യരായ ജൂതന്മാരും മുസ്ലിമീങ്ങളും മുഖാമുഖം നടക്കുന്ന സംഘട്ടനത്തിൽ അതിന്റെ പരിണിത ഫലമായി അവസാനം മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ആ മുസ്ലിമീങ്ങളുടെ വിജയപേര് കണ്ടിട്ട് ജൂതന്മാർ മുഴുവനും തോട്ടോടുകയും പരാജയത്തിന്റെ കയ്പ് നീര് കുടിച്ച ജൂതഭടന്മാർ അവരെ പിന്തുടർന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാടുമേടുകളുടെ ഇടയിലൂടെ ഓടുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജൂതഭടന്മാർ മുഴുവനും വനത്തിൽ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും കരിമ്പാറ കെട്ടുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ മുമ്പിൽ പോയ ജൂതന്മാർ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നറിയാതെ പതറി നിൽക്കുമ്പോ ഏത് വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും പുറകിലാണോ ജൂതന്മാർ ഒളിച്ചിരിക്കുക, ആ പാറക്കല്ലുകളും ആ വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദല്ലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫയഖൂലുൽ ഹജറു വശജറു, ഓരോ പാറക്കെട്ടുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദല്ലാ, ഓ അള്ളാഹുവിന്റെ അടിമയായ മുസ്ലിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി ഫതആൽ, എന്റെ പുറകിൽ ഒരു ജൂതൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്, ഫതആൽ, കടന്നു വന്നിട്ട് ഫഖ്തുൽഹു, ഇവനെ വധിക്കുക എന്ന് യാതൊരുവിധ പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത സംസാര ശക്തിയില്ലാത്ത പാറക്കെട്ടുകളും വടവൃക്ഷങ്ങളും തങ്ങളുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ജൂതന്മാരെ യഹൂദികളെ മുസ്ലിമീങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും, പക്ഷേ ഇല്ലൽ ഗർക്കദ, റസൂലുള്ള പറഞ്ഞു ഗർക്കദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച് ആ വൃക്ഷം മാത്രം തന്റെ പുറകിൽ ജൂതന്മാരിരുന്നാൽ വിളിച്ചു കാണിച്ചു കൊടുക്കുകയില്ല. കാരണം ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്മാർ ആരാധിക്കുന്ന ഒരു വൃക്ഷമാ, അതുകൊണ്ട് അതുമാത്രം വിളിച്ചു പറയില്ല. ബാക്കി എല്ലാ വൃക്ഷങ്ങളും തങ്ങളുടെ പുറകിലിരിക്കുന്ന ജൂതന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു
അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ്. നിങ്ങൾ എത്രത്തോളം പരാജയ ഭീതി പൂണ്ടാലും, എത്രത്തോളം ഞങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിച്ചാലും, ഈ മുസ്ലിമീങ്ങളുടെ അന്തിമ വിജയം നടക്കുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് ഞങ്ങളുടെ റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അന്തിമ വിജയം ഞങ്ങൾക്കാണ് എന്നൊരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഈ അറബി പത്രലേഖകൻ ഇസ്രയേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രി പിന്നീട് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ ഇഷാഖ് റബീനോട് പറഞ്ഞു കൊടുത്തു അത്രേ. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും അന്തിമ വിജയം ഇസ്ലാമിന്റെ പക്ഷത്താ. ആ അനിവാര്യമായ പതനത്തിന്റെ സമയത്ത് ഒളിച്ചിരിക്കുന്ന കല്ല് പോലും വിളിച്ചു പറയും ഇല്ലൽ ഗർക്കദ. റസൂലുള്ള പറഞ്ഞു, ഗർക്കദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച് ആ വൃക്ഷത്തിന്റെ പുറകെ ഒളിച്ചിരുന്ന അത് വിളിച്ചു പറയൂല. സഹോദരങ്ങളെ, ഈ ഹദീസ് ഞാൻ പറയുമ്പോൾ 14 നൂറ്റാണ്ട് മുമ്പ് നബിതങ്ങൾ പറഞ്ഞ ഈ വചനം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷെ വിശ്വസിച്ച ഒരു സമൂഹമുണ്ട്, ഇസ്രയേലിലെ ജൂതന്മാർ. ഇന്നും ഇസ്രയേലിൽ പോയി നോക്കിയാൽ ഗർക്കദ് എന്ന് പറയുന്ന വൃക്ഷം പഞ്ചവത്സര പദ്ധതിയിൽ പെടുത്തി ഇസ്രയേൽ ഗവൺമെന്റ് മുഴുവനും ഇസ്രയേൽ മുഴുവനും വെച്ച് പിടിപ്പിച്ച് വളർത്തുകയാ. എങ്ങാനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ തങ്ങൾ ഒളിച്ചിരിക്കാൻ ഒരു സുരക്ഷിത സ്ഥാനം തേടി. ഇസ്രയേലിൽ പോയവർക്കറിയാം, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചിത്രമറിയുന്നവർക്കറിയാം, കള്ളിമുൾച്ചെടി പോലെ ഇരിക്കുന്ന ഒരു ചെടി, അതാണ് ഗർക്കദ്. ചില ആളുകൾ അത് ഓർക്കിഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായി വിശ്വാസയോഗ്യമൊന്നുമല്ല. അതുകൊണ്ട് ഇസ്രയേലിന് ഉറപ്പാണ്, ഗവൺമെന്റിന്റെ ചെലവിലാണ് ഗർക്കദ് എന്ന് പറയുന്ന വൃക്ഷം ഇസ്രയേലിൽ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നത്. കാരണം ഒളിച്ചിരിക്കാൻ ഒരൊറ്റ ഒളിത്താവളമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞ ഇമാം മഹദിയുടെ ആഗമനമാ. പക്ഷെ ഈ പറഞ്ഞ സംഭവത്തിന്റെ മറുഭാഗവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഈ അറബി പത്രലേഖകൻ ഇത്രത്തോടെ വികാര വിക്ഷോഭത്തോടെ പറഞ്ഞപ്പോ അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാഖ് റബീൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ, ദ വീക്ക് മാഗസിനിൽ വന്നൊരു വാർത്തയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ, സഹോദര, വല്ലാതെ നിങ്ങൾ എന്നോട് പ്രക്ഷോഭം കൊള്ളണ്ട. കാരണം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഈ അനിവാര്യമായ പരാജയത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടിട്ട് വിജയത്തിന്റെ പേര് മുഴക്കാൻ അതിന് പ്രാപ്തരായ ഒരു മുസ്ലിം പോലും ഇന്ന് ലോകത്തില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുമ്പോ ആ പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ കേട്ട അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമറുൽ ഫാറൂഖിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ, അലിയുൽ മുർത്തലാനെ പോലെ, സഅദ് ബിൻ അബീ വഖാസിനെ പോലെ, ജഅഫർ ബിൻ അബീ താലിബിനെ പോലെ, അബ്ദുല്ലാഹ് ബിൻ ഉമറിനെ പോലെയുള്ള, ഹംസത്തുൽ കറാറിനെ പോലെയുള്ള തത്തുല്യമായ വ്യക്തിത്വമുള്ള ഒരു മുസ്ലിം ലോകത്തുള്ള 160 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ ഇല്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാ. രണ്ടാമത്, അന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിനെ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഭരണഘടനയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം പോലും ലോകത്ത് നിലവിലില്ല. അതുകൊണ്ട് മുഹമ്മദ് പ്രവചിച്ചു എന്നല്ലാതെ ആ പ്രവചനം പുലർത്താൻ പറ്റുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികൾ ലോകത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ലതജിദന്ന അസദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനൽ യഹൂദ വല്ലദീന അശ്റകൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ലതജിദന്ന അസദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനൽ യഹൂദ വല്ലദീന അശ്റകൂ. ഓ നബിയെ, ഇസ്ലാമിക സമൂഹത്തിനോട് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് അവരാരെന്നറിയുമോ? ആമനുൽ യഹൂദ, അവര് ജൂതന്മാരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് മുന്നറിയിപ്പ് നൽകിയ എന്റെ സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ അവസാന വിജയത്തിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ ഉണ്ടാകുമെന്ന് പറയുമ്പോ ആദ്യം നമ്മളൊന്ന് ചിന്തനത്തിന് തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഇസ്ലാമിന്റെ വിജയം എണ്ണിക്കൊടി പാറിക്കാൻ അതിന് പ്രാപ്തരായ എത്ര മുസ്ലിമീങ്ങളാ നമ്മുടെ ഇടയിലുള്ളത്. അല്ലാഹു നമ്മളെ അതിന് പ്രാപ്തരാക്കി തരുമാറാകട്ടെ. അല്ലാഹു അതിന്
നമ്മളെ പ്രാപ്തരാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21ാം നൂറ്റാണ്ടിൽ പ്രാപ്തരായ ഒരു സമൂഹം ഉണ്ടാകണം. എന്റെ ചെറുപ്പക്കാരാ, നീ അതിന് പ്രാപ്തനായി മാറേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ മുമ്പിലിരുന്നത് പോലെ നമുക്കിന്ന് ധാരാളം അബൂബക്കറുണ്ട്, പക്ഷേ അബൂബക്കർ സിദ്ദീഖില്ല. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബില്ല. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം അലിയുണ്ട്, പക്ഷേ അലി ഇബ്നു അബീ താലിബില്ല. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ജഅഫറുണ്ട്, പക്ഷേ ജഅഫർ ഇബ്നു അബീ താലിബില്ല. സഹോദരങ്ങളെ, നമുക്കായി മാറേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റെടുക്കാൻ മറ്റു സമൂഹത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തിരികൊളുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ വിജയ പതാക വെന്നിപ്പാറിക്കാൻ എന്റെ യുവാക്കളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് പകരം കിട്ടിയാലും എനിക്ക് അള്ളാന്റെ ദീനിനപ്പുറം മറ്റൊന്നില്ലെന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഒരു വലിയ സമൂഹം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മളെ പ്രാപ്തരാക്കി മാറ്റുമാറാകട്ടെ. ലോകത്ത് ജീവിതത്തിൽ എന്ത് പകരം കിട്ടിയാലും അതിനു പകരം അള്ളാഹുവിന്റെ ദീനിനോളം പൊരുത്തത്തോളവും പകരമില്ല എന്ന് ചിന്തിക്കുന്ന ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാ, ആവേശത്തോടെ കേൾക്കുന്നതിനപ്പുറം ഇത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ലോകാവസാനത്തിന് മുമ്പ് ധ്രുവീകരണമാകുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ റോൾ എന്താണോ അത് ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട്. ആരെപ്പോലെ? ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരു സമയമൊന്ന് തള്ളിപ്പറയാൻ പറഞ്ഞപ്പോ, ഇല്ല, അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് കഴുമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട്, ഖുബൈബ്, വിശുദ്ധമായ ഇസ്ലാമിനെ നീ ഒരു നിമിഷത്തിലേക്ക് തള്ളിപ്പറഞ്ഞാൽ അലൈക വസീഉദ് ദുനിയാ അലൈക നഈമുദ് ദുനിയാ അലൈക നഈമുദ് ദുനിയാ അലൈക നഈമുദ് ദുനിയാ, നിനക്കൊന്നുകിൽ മദീനയിലോട്ട് മടങ്ങു പോകാം, അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കയ്യിലോട്ട് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോ കടുമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴും എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ എനിക്കും മരിക്കാൻ പേടിയില്ല, എനിക്കും മരിക്കാൻ പേടിയില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കടുമരം മുമ്പിൽ കിടന്ന് തൂങ്ങിയാടുമ്പോഴും ഭയാശങ്കകളില്ലാതെ യാതൊരുവിധ വൈമനസ്യമില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് കടുമരത്തിലോട്ട് കടന്നു പോകുമ്പോ ആ കടുമരത്തിലോട്ട് കടന്നുപോയ ഖുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പേരിലല്ലയോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോദിയത്. എന്റെ സഹോദരങ്ങളെ, ധാരാളം ആളുകൾ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട്, ധാരാളം ആളുകളുടെ മരണം ലോകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോദിയ ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതാരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. ഖുബൈബ് റളിയല്ലാഹു തആല കഴുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാഗ്ദാനം പുലർത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇസ്ലാമിക സമൂഹം അതിന്റെ കാലുഷ്യതയിലൂടെ നടന്നു പോകുമ്പോ, ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ, ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാളയത്തിന് പടപ്പുറപ്പിടപാട് നടക്കുമ്പോ, ആ സമയത്ത് കൈബാലയത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന 12 രാജ്യങ്ങൾ വന്ന അബദാലികൾ, എന്റെ സഹോദരങ്ങളെ, ഇന്നലെ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ച കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെ ഇന്നലെ കേട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചു, ഉസ്താദേ പറഞ്ഞതൊക്കെ ശരിയാണ്,
ശരിയാണോ? 1000 വട്ടം ശരിയാണ്, 1000 വട്ടം ശരിയാണ്. അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് മുഴുവനും ലോകത്തൊരു സത്യമായി പുലർന്നു കാണുമ്പോ ബഹുമാനപ്പെട്ട അബൂതാലുകൾ മുഴുവനും ഇമാം മഹ്ദിയെ കാണാൻ കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാൾ പറയും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായാട്ട് നടക്കുമ്പോ ഈ സമൂഹത്തെ ഒന്ന് കൈപിടിച്ച് നടത്താൻ ഈ സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ വരും. ആ നായകനാണ് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും, ഇമാം മഹ്ദി മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന്. അബൂതാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുകയാണ്. അബൂതാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് പായുമ്പോ തന്നെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാം മഹ്ദി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് കിടക്കും. അബൂതാലുകൾ മദീനയിലെത്തുമ്പോൾ ഇമാം മഹ്ദി മക്കയിലേക്ക് പോയെന്നറിഞ്ഞ് അവര് മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും. അവര് മക്കയിലോട്ട് വരുമ്പോ ഇമാം മഹ്ദി മദീനയിലേക്ക് പോകും. അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് വരും. അവസാനം അബൂതാലുകൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാന നായകനെ അന്വേഷിച്ച് കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അതാ കഅബാലയത്തിന്റെ വാതിലിന്റെയും മഖാമ ഇബ്രാഹിമിന്റെയും നടുവില് മുൽതസിമിലേക്ക് നെഞ്ചു ചേർത്ത് വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഇങ്ങി പറ്റി പറയുന്ന 40 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബൂതാലുകൾ പറയും, ഇത് ഇമാം മഹ്ദിയാണ്, ഇത് ഇമാം മഹ്ദിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നില്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല, ഞാൻ ഇമാം മഹ്ദിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ ഇമാം മഹ്ദി എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വഹുവ റജുലുൻ ആദിയുൻ. ആ ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്, എന്നെ പോലെ നിങ്ങളെ പോലെ വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി. ഇസ്മുഹു മുഹമ്മദ്. ഇമാം മഹ്ദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട മകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാം മഹ്ദിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇരുനിറമാണ്, മെലിഞ്ഞു നീണ്ട നാസികയുള്ള, വലിപ്പമുള്ള നീണ്ട പുരികമുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, സുറുമയിട്ടതുപോലെ തോന്നുന്ന നയനാനന്ദകരമായ കണ്ണുകളുള്ള, നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള, വിളങ്ങുന്ന മുഖമുള്ള, ഇരുനിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാം മഹ്ദി എന്ന് പ്രവാചകൻ പറഞ്ഞ അടയാളം നോക്കുമ്പോ അതാ കഅബാലയത്തിന്റെ കില്ലയുടെ നടുവില് മഖാമ ഇബ്രാഹിമിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കരയുന്ന 40ഓടടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനെ അബൂതാലുകൾ കണ്ടെത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം മഹ്ദി. ആരാ ഇമാം മഹ്ദി? വഹുവ റജുലുൻ ആദിയുൻ. ഇമാം മഹ്ദി ഒരു സാധാരണ മനുഷ്യനാണ്. പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹ്ദി ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം. വഹുവ റജുലുൻ ആദിയുൻ, ഒരു സാധാരണ മനുഷ്യൻ. ഇസ്മുഹു മുഹമ്മദ്. ഇമാം മഹ്ദിയുടെ പേര്, യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദി കഅബാലയത്തിൽ വെച്ചിട്ടാണ് അബൂതാലുകൾ ഇമാം മഹ്ദിയെ കണ്ടുമുട്ടുക. ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക. ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ട? അല്ലാഹു അലം. പണ്ടൊക്കെ വലത്തെ ചെവിക്കട കേട്ട ഇടത്തെ ചെവിക്കട ഇറങ്ങിപ്പോകും. ഇപ്പൊ ലോകത്തിന് വേഗത കൂടി. ഇപ്പൊ വലത്തെ ചെവിക്കട കേട്ട ആ ചെവിക്കട തന്നെ അങ്ങ് ഇറങ്ങിപ്പോകും, അപ്പുറത്തോട്ടൊന്നും പോവില്ല. ഇന്നലെ നമ്മൾ ഇമാം മഹ്ദി അന്വേഷിച്ച് പോകുന്നത് വരെയല്ലേ പറഞ്ഞത്. ഇന്നലെ വരാത്തവർക്ക് ചിലപ്പോൾ ഒരു തുടർച്ച കിട്ടൂല. പക്ഷെ ഇനിയും ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിന്നാൽ ഈ വിഷയം ഒരിടത്തും തീരില്ല. ഇമാം മഹ്ദി കഅബാലയത്തിൽ വെച്ച് വരും എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനം. ഇതിനു മുമ്പ് ഒരു വ്യാജ മഹ്ദി വന്നിട്ടുണ്ട്.
ഇതിനു മുമ്പ് ഒരു വ്യാജ മഹദി വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി എന്ന് പറയുന്ന മനുഷ്യൻ 1980 കഅബാലയത്തിലേക്ക് ഇടിച്ചു കയറി ഹറം ഷരീഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ഇമാം മഹദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി 1980 രാവിലെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഹറം ഷരീഫിൽ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി ഹറം ഷരീഫിലേക്ക് ഇരച്ചു കയറുകയും സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന മസ്ജിദുൽ ഹറാമിലെ ഇമാമിനെ പിടിച്ചു മാറ്റി ആ ഭാഗത്തിരുന്ന മൈക്കെടുത്ത് കയ്യിൽ വെച്ചിട്ട് അബൂ മുഹമ്മദുൽ കഹ്താനി ഞാൻ ഇമാം മഹദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ ഇദ്ദേഹം ഇമാം മഹദിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും, ഇത് നടന്നിട്ട് അധികം വർഷമൊന്നുമായിട്ടില്ല, വെറും 30 വർഷമായിട്ടുള്ളൂ. 1980 കടന്നു വന്ന അയാൾ മസ്ജിദുൽ ഹറാം പിടിച്ചടക്കി. വിശുദ്ധമായ ഹറം ശരീഫിലെ സുബഹി നമസ്കാരം നടത്തി ഇമാമിനെ പിടിച്ചു മാറ്റി മൈക്കെടുത്ത് വെച്ച് ഞാനാണ് ഇമാം മഹ്ദി എന്ന് സ്വയം പ്രഖ്യാപിച്ച അബൂ മുഹമ്മദ് കഹ്താനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനി അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും അസ്ത്രപ്രജ്ഞയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹറം ശരീഫിൽ അവലം വറവന്നാ ജഅൽനാ ഹറമന ആമിനാ നിർഭയത്വത്തിന്റെ നാടെന്നല്ലാന്റെ ഖുർആൻ വിശദീകരിച്ച മസ്ജിദുൽ ഹറാമിൽ വെടിവെച്ച് മുടങ്ങുകയാണ്. സുരക്ഷാ ഭടന്മാരുടെ തോക്കുകൾ വർദ്ധിക്കുകയാണ്. കുറെ സമയത്തോളം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമാധാനത്തിന്റെ ഭൂമി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്ത ഭൂമി, നിർഭയത്വത്തിന്റെ ഭൂമി, പിതാവിന്റെ ഘാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ശരീഫിന്റെ ഭൂമിയിൽ വെടിവെച്ച് മുടങ്ങി. സുരക്ഷാ ഭടന്മാരുടെ വെടിയേറ്റിട്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഹറം ശരീഫിൽ പിടഞ്ഞു വീഴുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മക്കാ നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും, അവൻ ഹറമിലോട്ട് കിടക്കും, അവൻ കൊല ചെയ്യപ്പെടും, അവനെ ആരും വിശ്വസിക്കുകയില്ല. രണ്ടാമതൊരാൾ ഹറമിലേക്ക് വരും, രണ്ടാമത്തെ ആൾ കഅബാലയത്തിന്റെ വാതിലിൽ നിൽക്കുമ്പോ ലോകത്തുള്ള അബദാലുകൾ അയാളുടെ കയ്യിൽ പിടിച്ചു ബൈഅത്ത് ചെയ്യുമെന്ന് അബൂ മുഹമ്മദ് കഹ്താനിയുടെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ പ്രവചനം തന്നെ സഹോദരങ്ങളെ 1980 ലോകം കണ്ടതാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ കഹ്താനിയുടെ വരവോടുകൂടി യഥാർത്ഥ മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരിക. കഅബാലയത്തിന്റെ വാതിലിന്റെയും മഖാമ ഇബ്രാഹിമിന്റെയും പുറകില് അബദാലുകൾ ചെന്നിട്ട് പറയും, ഇല്ല, നിങ്ങൾ നിരാകരിക്കണ്ട, നിങ്ങൾ ഇമാം മഹ്ദിയാണ്, നിങ്ങൾ ഇമാം മഹ്ദിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എല്ലാ അടയാളവും നിങ്ങൾ കാണുകയാണെന്ന് പറയുമ്പോ ഇമാം മഹ്ദി ഏറ്റെടുക്കുകയില്ല. ഇമാം മഹ്ദി പറയും, ഇല്ല, ഞാൻ മഹ്ദിയല്ല, മഹ്ദിയല്ല, മഹ്ദിയല്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 12 രാജ്യങ്ങൾ വന്ന അബദാലുകൾ അദ്ദേഹത്തോട് പറയും, ഇമാം മഹ്ദിയോട്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ, ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ രക്തം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ചോദിക്കുമ്പോ ഇമാം മഹ്ദി കഅബാലയത്തിന്റെ വാതിലിൽ ഒരു കൈ പിടിച്ചിട്ട് വലത്തേക്ക് ഇമാം മഹ്ദി അവരുടെ മുമ്പിലോട്ട് നിൽക്കുമ്പോ ആ പണ്ഡിതന്മാർ മുഴുവനും ഇമാം മഹ്ദിയുടെ കയ്യിൽ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യും. ആ സമയത്ത് ആകാശത്ത് നിന്ന് അശരീരുണ്ടാകും, ഇത് ഇമാം മഹ്ദിയാണ്, ഇത് അല്ലാഹു നിയോഗിച്ച ഇമാം മഹ്ദിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് ചോദിച്ചു അത്രേ, കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ, കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആർക്കാണടാ കഴിയുക? കാരണം എന്തെന്നറിയുമോ? അന അവ്വലുഹാ, ഇതിന്റെ തുടക്കക്കാരൻ ഞാനാണ്. വൽ മഹ്ദി വസ്തുഹാ, ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് ഇമാം മഹ്ദിയാണ്. വഈസാ ആഖിറുഹാ, ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണ്. മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ, നടുവിൽ താങ്ങി പിടിക്കുന്നത് ഇമാം മഹ്ദിയാണടാ. ഇതിന്റെ അവസാനം നിൽക്കുന്ന
നിൽക്കുന്നത് ഈസയാണടാ. ആർക്കാണ് എന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക? ആർക്കാണ് എന്റെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ കഴിയുക? എത്ര അബൂഹുറൈബകൾ ജനിച്ചാലും, എത്ര ഖുർആനുകൾ പിച്ച് ചീന്തിയാലും, എത്ര മുസ്ലിമീങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങൾ കൊണ്ട് തേരോട്ടം നടത്തിയാലും, ഏതൊക്കെ ബോംബുകൾ വർഷിച്ചാലും, എത്ര നാപ്പാം ബോംബുകൾ ഉണ്ടായാലും, ആയിരക്കണക്കിന് ബോംബുകൾ സംവിധാനിക്കുന്ന പെന്റഗൺ എത്ര കുതിച്ചുയർന്നാലും എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ, എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ, തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ, മദ്യം താങ്ങുന്നത് മഹ്ദിയല്ലയോ, അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയല്ലയോ എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ലോകം മുഴുവനും വാർത്ത പരതുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഇമാമായി ഇമാം മഹ്ദി വരികയാണ്. ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യുന്നു. ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണലിലോട്ട് കടന്നു വരുന്നു. എല്ലായിടത്തും ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നു. മർദ്ദനങ്ങൾക്ക് വിരാമമിടപ്പെടുന്നു. പിന്നീട് മർദ്ദനങ്ങളില്ല, പിന്നീട് പീഡനങ്ങളില്ല, ശത്രുക്കളില്ല. ലോകം മുഴുവനും ഇമാം മഹ്ദിയുടെ കീഴിൽ ഒരു കള്ളമില്ല, പൊളിവചനമില്ല, അശാന്തിയില്ല, വൈതരണികളില്ല, കലാപങ്ങളില്ല, കാലുഷ്യതകളില്ല, ഒന്നുമില്ലാതെ ഇമാം മഹ്ദിയുടെ പുറകിൽ ലോകം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഇമാം മഹ്ദി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാം മഹ്ദി ഭരണം നടത്താൻ തുടങ്ങുമ്പോ അതാ ഇമാം മഹ്ദിയെ വകവരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് 96,000-ഓളം വരുന്ന ആളുകൾ, 96,000-ഓളം വരുന്ന ആളുകൾ ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും. ആ സൈന്യം 8 ഭാഗമായിട്ടായിരിക്കും വരിക. 8 പേര് കൊടിപിടിക്കും. ഓരോ കൊടിയുടെ കീഴിലും 12,000 പേര് വെച്ച് 96,000 പേര് ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ യാത്രയാകുമ്പോ 12 അബ്ദാലുകളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്ത മുസ്ലിമീങ്ങളും ഇമാം മഹ്ദി അവരോട് പോരാടും. ആ പോരാട്ടത്തിന്റെ നടുവിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഇമാം മഹ്ദി 96,000-ഓളം വരുന്ന ജൂത സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദിയെ വകവരുത്താൻ 96,000-ഓളം വരുന്ന സൈന്യം 8 പേര് കൊടി പിടിക്കും. ഓരോ കൊടിയുടെ കീഴിലും 12,000 പേരുണ്ടാകും. ഈ സംഭവത്തെയാണ് ഇമാം മഹ്ദി അവരോട് യുദ്ധം ചെയ്യും. 4 ദിവസം ആ യുദ്ധം നീണ്ടു നിൽക്കും. ഈ യുദ്ധത്തിനാണ് ഹർമജ്ദൂൻ എന്ന് പറയുന്നത്. ഈ ഹർമജ്ദൂൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾ. അവരുടെ ബൈബിളിൽ ഹർമജ്ദൂനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. ഭൂതങ്ങൾ അവരെ ഹെർ മഹദോൻ എന്ന് പേരുള്ള സ്ഥാനത്ത് കൂട്ടിച്ചേർത്തു എന്ന് ബൈബിളിന്റെ വെളിപാട് പുസ്തകത്തിൽ ഹർമജ്ദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും. ഇമാം മഹ്ദി തന്റെ എതിരാളികളെ പരാജയപ്പെടുത്തും എന്ന് അത് ഈസാ നബിയുടെ വരവിന് തൊട്ടു മുമ്പാണ്. അതോടുകൂടിയാണ് ഈസാ നബി ലോകത്തോട്ട് തിരിച്ചു വരുന്നത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ബൈബിളിൽ ഹെർ മഹദോൻ എന്നാണ് ഈ വാക്കിന് പറയുന്നത്. അറബി ഭാഷയിൽ ഹർ മജ്ദൂൻ എന്ന് പറയും. ഹർ മജ്ദൂൻ എന്ന് പറഞ്ഞാൽ, ഹർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതം എന്നാണ്. മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ മജ്ദൂൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് ഇമാം മഹ്ദിയുമായി നടക്കുന്ന ഈ യുദ്ധത്തെയാണ് ഹർ മജ്ദൂൻ എന്ന് പറയുക. ഈ ഹർ മജ്ദൂന് ശേഷമാണ് ഈസാ നബി ലോകത്തോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഓ ജീസസ് കം, ഓ ജീസസ് കം, യേശുവേ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാന്റെ റസൂല് പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നോക്കി. ഇനി ഈ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തോടു കൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള, ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് നോസ്ട്രാഡമസ് പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നോസ്ട്രാഡമസ്. അറിയൂ? ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രവചകനാണ്. പ്രവാചകനല്ല, പ്രവചകൻ. പല നടക്കാനിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പ്രവചിച്ച ഒരാളാണ് നോസ്ട്രാഡമസ്. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഏറ്റവും ആളുകൾക്ക് മുമ്പേ നോസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു. അയാൾ പ്രവചിച്ച സമയത്ത് തന്നെ 1-ാം ലോകമഹായുദ്ധവും നടന്നു, 2-ാം ലോകമഹായുദ്ധവും നടന്നു. നോസ്ട്രാഡമസിന്റെ പ്രവചനത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും നടക്കുന്നത്.
മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് നൊസ്ട്രാഡമസ് പ്രവചിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം 1997 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ അക്രമമൊക്കെ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്ട്രാഡമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവചിച്ചു: യൂറോപ്പിൽ വലിയ ഉയരമുള്ള ഒരു ടവർ, അതിന്റെ ഇടത് പുതുനൂറ്റാണ്ടിലെ 9-ാം മാസം, ആ 9-ാം മാസത്തിൽ 45 നിലയ്ക്ക് മേൽ മരണത്തിന്റെ ദൂതൻ ആകാശത്തെ അഗ്നിസമാനമാക്കും. യോർക്ക് പട്ടണത്തിലെ പുതിയ പട്ടണത്തിൽ പുകപടലം നിറയും, ടവർ നിലംപതിക്കും, കോട്ട നിലംപരിശാകുന്നതോടുകൂടി രാജ്യത്തെ പരമാധികാരി പറയും, 3-ാം ലോകമഹായുദ്ധം ആഗതമായി. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്ട്രാഡമസ് പ്രവചിക്കുകയാണ് പുതുനൂറ്റാണ്ടിലെ 9-ാം മാസം ന്യൂയോർക്കിലെ 45 നിലയുള്ള യോർക്ക് പട്ടണത്തിലെ കെട്ടിടത്തിന്റെ മുകളിൽ മരണദൂതൻ അഗ്നിയുടെ ചിറകുമായി കടന്നു വരും. നൊസ്ട്രാഡമസിന്റെ പ്രവചനം തന്നെ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. നമ്മളൊക്കെ അവഗണിച്ചു പോയ സത്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊരു തുടർ വിഷയമാണിത്. ഇമാം മഹ്ദിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നത്. യമനിൽ നിന്നും ഇറാഖിൽ നിന്നും വരുന്ന സൈന്യത്തെ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം തോട്ടൊടിക്കും. ഇമാം മഹ്ദിയുടെ ഭരണത്തിന്റെ കീഴില് രാജ്യം മുഴുവന് സമാധാനവും നീതിയും എല്ലാം പുലരും. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ആശ്വാസത്തോടെ തങ്ങളുടെ കട്ടകാലങ്ങൾ കറുതിയായി വറുതിയായി എന്ന ആഗ്രഹത്തോടെ ലോകത്തുള്ള മുഴുവൻ ആളുകളും വലിയ ആഗ്രഹത്തോടെ കടക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ ഏറ്റവും വലിയ അശനിപാതം പോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിക സമൂഹത്തിന് സുസ്ഥിരമായ ഭരണം കൊടുക്കുമ്പോഴാണ് അശനിപാതം ചെയ്തതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന ഇസ്ലാമിക സമൂഹം ഒരു നടുക്കത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഖുറൂജ് മസീഹ് ദജ്ജാൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദജ്ജാൽ പുറപ്പെടുകയാണ്. ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിൽ നിന്ന്, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ, ഫലസ്തീൻ, സിറിയ, ലബനാൻ അടക്കമുള്ള, അന്ന് പ്രവാചകൻ ഷാം എന്ന് പ്രത്യേകിക്കുന്നത് ഇന്നത്തെ ജോർദാൻ, സിറിയ അടക്കമുള്ള, ലബനാൻ അടക്കമുള്ള ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിൽ നിന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്നയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കാവലിനെ തേടിയ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത് വ നഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അല്ലാഹുവേ, ജീവിതത്തിന്റെ മരണത്തിന്റെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. വ നഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് എപ്പോഴും പറയുമായിരുന്നു, അത്രേ ആയിഷ, ലോകം വരുന്ന എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഇസ്ലാമിക സമൂഹം കാണുന്ന ഏറ്റവും വലിയ ഫിത്ന അത് ഖുറൂജ് മസീഹി ദജ്ജാൽ. ഇറാഖിന്റെ ഭാഗത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടുന്നത്. ആ ദജ്ജാൽ ലോകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വലത് കൈയിൽ നരകമാണ്, ഇടത് കൈയിൽ സ്വർഗമാണ്. അവന്റെ യഥാർത്ഥ സ്വർഗം നമ്മുടെ യഥാർത്ഥ നരകമാണ്, അവന്റെ കയ്യിലിരിക്കുന്ന നരകം അല്ലാഹുവിന്റെ യഥാർത്ഥ സ്വർഗമാണ്. ആ ദജ്ജാൽ ആദ്യം ഞാൻ അള്ളയാണെന്ന് വാദിക്കാൻ തുടങ്ങും. ഞാനാണ് അള്ളാഹ്, വിശ്വസിക്കടാ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ദജ്ജാൽ പറയും ഞാനാണ് അല്ലാഹ്, എന്നിട്ട് അള്ളയാണെന്ന് തെളിയിക്കാൻ അമാനുഷികമായ കുറെ കാര്യങ്ങൾ കാണിക്കും. ദജ്ജാൽ ആകാശത്ത് തീമല പെയ്യിക്കുമത്രേ, തീക്കാറ്റ് വർഷിപ്പിക്കുമത്രേ. ആകാശത്ത് നിന്ന് ദജ്ജാൽ തീമല പെയ്യിപ്പിക്കും. ഒരു മനുഷ്യനെ പിടിച്ച് 2ആയിട്ട് കീറിയിട്ട് ആ കീറിയ മനുഷ്യനെ ഒട്ടിച്ച് ചേർത്തിട്ട് എഴുന്നേക്കാൻ ദജ്ജാൽ പറയുമ്പോ 2ആയി വലിച്ചു കീറിയ മനുഷ്യനെ ഒട്ടിച്ച് കാണിച്ചെഴുന്നേൽപ്പിച്ചു വിട്ടിട്ട് പറയും ഞാനാണ് അല്ലാഹ്, ഞാനാണ്
ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് ദജ്ജാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലൂടെ തേരോട്ടം നടക്കുമ്പോ വിശ്വസിക്കാത്ത മുസ്ലിമീങ്ങളെ തീയിലോട്ട് വലിച്ചെറിയുമ്പോ തീ കാറ്റടിച്ചു വീശുമ്പോ ദജ്ജാൽ യമനിൽ നിന്ന് പുറപ്പെടുക, ഇറാഖിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇസ്ഫഹാൻ എന്ന സമയമെത്തുമ്പോ ദജ്ജാലിന്റെ പുറകെ 72,000-ഓളം ജൂതന്മാര് പുറകെ കൂടും. സഹോദരങ്ങളെ ഇന്നും പലസ്തീനിന്റെ മക്കളെ തച്ചു തകർക്കുന്ന ജൂതപ്പലിശകള്, ആ ജൂതപ്പലിശകള് ദജ്ജാലിന്റെ പുറകെ അണിനിരക്കാനുള്ളവരാണ്. 72,000-ഓളം ജൂതന്മാരകമ്പടി സേവിക്കുമ്പോ ദജ്ജാല് ലോകത്ത് കൂടി കടന്നു കയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹം മുഴുവനും പേടിച്ചരണ്ടു നിൽക്കുമ്പോ ഇമാം മഹ്ദിയോട് ജനങ്ങൾ പറയും, ഇമാം മഹ്ദിയെ ഇതാ ദജ്ജാൽ പുറപ്പെട്ടിരിക്കുകയാണ്. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമീങ്ങളുടെ സേനയുമായി ദജ്ജാലിനെ നേരിടാൻ ഇമാം മഹ്ദി പുറപ്പെടുന്നു. ഇമാം മഹ്ദി പുറപ്പെട്ട് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമീങ്ങളും അതാ ഫലസ്തീനിലെ ദിമിഷ്കിലെ പള്ളിയിലെത്തി. അസർ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ദിമിഷ്കിലെ പള്ളിയിലെത്തിയ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അസറിന്റെ സമയമായി ദിമിഷ്കിലെ പള്ളിയിൽ കയറിയിട്ട് ഇമാം മഹ്ദി പറയും, ബാങ്ക് വിളിക്കുക. ദിമിഷ്കിലെ പള്ളിയിൽ അസറിന്റെ ബാങ്ക് മുടങ്ങി. ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി ഇമാം മഹ്ദി ഒന്നാമത്തെ സത്തിലും മുസ്ലിമീങ്ങൾ മുഴുവനും ദിമിഷ്കിലെ പള്ളി മുഴുവനും വല്ലാതെ നിറഞ്ഞിരിക്കുമ്പോ അതാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തിലിരിക്കുമ്പോ പെട്ടെന്നതാ ആകാശത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക. ആകാശത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. ഇക്കാമത്തും പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലിരിക്കുന്ന ഇമാം മഹ്ദിയും മുസ്ലിമീങ്ങളും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ദിമിഷ്കിലെ പള്ളിയുടെ വാതിലിലൂടെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ അതാ ആകാശം മുഴുവനും വെള്ളിത്താരകങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ഭൂമി മുഴുവനും പ്രകാശിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു വല്ലാത്ത പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ഭൂമി മുഴുവനും ഒരു ധവള പ്രകാശത്തിൽ കുളിച്ചതുപോലെ ആകാശലോകത്തിന്റെ മാറിടങ്ങിയിരിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളതാ ഭൂമിയിലോട്ട് ഇറങ്ങുന്നു. ആ ലക്ഷക്കണക്കിന് മലക്കുകളുടെ തൊട്ടുപുറകിലതാ സൂര്യതോപസോടുകൂടി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ലക്ഷക്കണക്കിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ ഭാഗത്തുള്ള വെള്ളമിനാരത്തിൽ നിമ്മിനാരത്തിൽ ബൈളാ അതാ ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് ഇടത്തെ ഭാഗത്തെ വെള്ളമിനാരത്തില് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകം കാത്തിരുന്ന ഈസാ നബി കുരിശിൽ തറച്ചെന്ന് പറഞ്ഞ ഈസാ നബി കുത്തുകുടിച്ചു പൊടിയെന്ന് ജൂതന്മാര് പറഞ്ഞ ഈസാ നബിയതാ വെള്ളിമേഘങ്ങളുടെ നടുവിൽ എന്നെ കൊന്നിട്ടില്ലടാ, എന്നെ ക്രൂശിച്ചിട്ടില്ലടാ, ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്ന ചരിത്രത്തിന്റെ ദശാസന്ധിയില് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നും ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ മിനാരത്തിൽ ഒരു ഗോവണിയുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് പള്ളിയിലേക്ക് ഇറങ്ങി വരാൻ ആളുകൾ മുഴുവനും മുസ്ലിമീങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ മറിയമിന്റെ പുത്രൻ ബത്ലഹേമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലോട്ട് കടന്നു വരുമ്പോ ഇമാം മഹ്ദി ഓടി ചെന്നിട്ട് മുസാഫഹത്ത് ചെയ്യുന്നു. ഒരു ചരിത്രത്തിന്റെ അനിവാര്യത പോലെ ദിമിഷ്കിലെ പള്ളിയിൽ ഇക്കാമത്ത് മുടങ്ങി. ഇമാം മഹ്ദി പറഞ്ഞു, നിങ്ങൾ ഇമാമത്ത് നിൽക്കണേ, ഈസാ നബിയെ നിങ്ങൾ ഇമാമായി നിൽക്കണേ. ഈസാ നബി പറയും, ഇല്ല സല്ലി ബിന്നാ, നിങ്ങൾ ഇമാമായി നിൽക്കുക. ഇമാം മഹ്ദി ദിമിഷ്കിലെ പള്ളിയിൽ ഇമാമായി നിൽക്കും. ഇമാം മഹ്ദിയുടെ പുറകുഭാഗത്ത് കൈകെട്ടിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരം നിർവഹിക്കുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിർ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി. ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഈസാ നബി തിരിച്ചു വരിക. എങ്ങനെ ഈസാ നബി തിരിച്ചു വന്നു? ഇത് ചരിത്രത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ക്രൈസ്തവ സമൂഹം പറഞ്ഞു ഈസാ നബി ക്രൂശിക്കപ്പെട്ടു, ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ ഞങ്ങൾ കൊന്നു, ഈസ ചത്തു.
ജൂതന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകനാണ് ഈസാ നബി. ജൂതന്മാര് പറഞ്ഞു ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണല്ലോ, ഈസാ നബിയെ കൊന്നത് ജൂതന്മാരാണ്. യൂദാസിനെ വിലക്കെടുത്ത് 30 വെള്ളിക്കാശ് കൊടുത്ത് യൂദാസിന് കൊടുത്ത 30 വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു? ഇന്നത്തെ യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുത്തു തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ. യൂദാസിന് ജൂതന്മാര് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു? യൂദാസിന് കൊടുത്ത വെള്ളിക്കാശിന്റെ ഒരു ഭാഗത്ത് ഒരു ദേവന്റെ ചിത്രമാണ്, മറുഭാഗത്ത് കഴുകന്റെ ചിത്രവും. യൂദാസിന് കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയായിരുന്നു? ഒരു ഭാഗത്ത് ദേവന്റെ ചിത്രം, മറുഭാഗത്ത് കഴുകന്റെ ചിത്രം. പുഞ്ചിരിച്ചുകൊണ്ട് കഴുത്തെടുത്തതിന് യൂദാസിന് കിട്ടിയ പ്രതിഫലം ദേവന്റെ പുഞ്ചിരിയോടെ കഴുകന്റെ കണ്ണ് കണ്ട യൂദാസ് എന്നായിരുന്നു ചരിത്രം. എൻസൈക്ലോപീഡിയയിൽ അങ്ങനെയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു ജൂത സമൂഹം. ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒറ്റ കാര്യം, ഇതിന്റെ അള്ളാഹു എന്തിനാണ് ഈസാ നബിയെ രണ്ടാമത് ഇറക്കുന്നത്? ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജന്മം കൊണ്ട് തന്നെ ധാരാളം പ്രത്യേകതയുള്ള ആളാ. വാപ്പയില്ലാതെ ജനിക്കപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂലോകത്ത് ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ധാരാളം മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ അത്? ورسولنا إلى بني إسرائيل أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ لكم الأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത മോചിതത്വം എന്താ? ഏതെങ്കിലും കളിമണ്ണ് കൊണ്ടൊരു പക്ഷി ഉണ്ടാക്കിയിട്ട് ഈസാ നബി ആ പക്ഷിയോടൊന്ന് പറക്കാൻ പറഞ്ഞാൽ ആ പക്ഷിയുടെ മുകളിലേക്ക് ഈസാ നബി ഒന്ന് ഊതിക്കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പക്ഷി തൈറം വീഴില്ല, ആകാശത്തുകൂടി ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകുമായിരുന്നു. മാത്രമോ ഇത് മാത്രമല്ല, മരിച്ചു കിടക്കുന്ന ആളുകളോട് ഈസാ നബി എഴുന്നേക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി മരിച്ചു കിടക്കുന്നവരെ ഈസാ നബി എഴുന്നേൽപ്പിക്കുമായിരുന്നു അത്രേ. ഇത് കണ്ട ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ ജൂതന്മാർക്ക് വിരളി പിടിച്ചു. ഒരിക്കൽ ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ടൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഈസാ നബിയുടെ അടുക്കൽ വന്നിട്ട് ജൂതന്മാര് ചോദിച്ചു അത്ര, ഈസാ മരിച്ചിട്ട് 3 ദിവസമൊക്കെ കഴിഞ്ഞു പോയ ആളെയല്ലേ നിനക്ക് കുഴിമാടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയോ? ഈസാ 3 ദിവസം കഴിഞ്ഞ ആള് ഈസാ നബിയുടെ യാത്ര പോയി. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈസാ നബിയുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈസാ നബിയോട് വിവരം പറഞ്ഞപ്പോ ഈസാ നബി പറഞ്ഞു, നിന്റെ പിതാവിന്റെ കബറ് കാണിച്ചു തരിക. 3 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയതെന്റെ കൂട്ടുകാരന്റെ കബറിടത്തിന്റെ ചാരത്ത് നിന്നിട്ട് ഈസാ നബി പറഞ്ഞു അത്ര കുംഭീതിനില്ല, അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക. മരിച്ചുപോയ മനുഷ്യൻ കബറിടത്തിന്റെ മണ്ണ് മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരങ്ങളെ വിലാപയാത്ര നടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ ഈസാ നബിയുടെ കാലത്ത് മരിച്ചു. അയാളുടെ വിലാപയാത്ര കബറടക്കാൻ കൊണ്ടുപോവുകയാണ്. ആ മരിച്ച മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് ഭാര്യ മക്കള് പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് ഈസാ നബി കടന്നു വരുന്നത്. ദുഃഖാർത്ഥയായ ഭാര്യ സന്താനങ്ങൾ ചോദിച്ചു അത്രേ, അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാത്മാവേ, ഈസാ നബിയെ ഞങ്ങളുടെ ഈ മരിച്ചുപോയ പിതാവിനെ ഒരിക്കൽ കൂടി ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഈസാ നബി മഞ്ചക്കിലേക്ക് നോക്കിയിട്ട് മരിച്ച് മലർന്നു കിടക്കുന്ന വെള്ളത്തുണിയിൽ കിടന്നു കിടക്കുന്ന മയ്യത്തിനോട് പറഞ്ഞു, കുംഭീതിനില്ല. ദജ്ജാലുമായിട്ടുള്ള ഈസാ നബിയുടെ യുദ്ധം അറിയണമെങ്കിൽ ഇതുകൂടി പഠിക്കണം. ഇത് പറയേണ്ട താമസം. ആളുകൾ ചുമന്നു കൊണ്ടുപോകുന്ന സന്തൂക്ക് കെട്ടിലിന്റെ മുകളില് മരിച്ചുപോയ ആൾ എഴുന്നേറ്റ് നിന്നു. സന്തക്ക് ചുമന്നു കൊണ്ടുപോയവർ പേടിച്ച്
2 സന്തൂക്ക് കെട്ടുകയും താടയിട്ടിട്ട് വിറങ്ങി ഓടിയെന്നാണ്. ആ മനുഷ്യനാണെങ്കിലോ കഫൻ തുണിയെല്ലാം അടിച്ചു മാറ്റിയിട്ട് എഴുന്നേറ്റ് നിന്നു. നേരെ ചിരിച്ചിട്ട് അയാൾ തന്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി. ആ സമയത്ത് ഈസാ നബി പറഞ്ഞു എവിടേക്ക് പോവുകയാ? ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാ. ഈ കട്ടിലും കൂടെ എടുത്തുകൊണ്ട് പോവുക. ഇതിനെ ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത്? തന്നെ ചുമന്നുകൊണ്ട് വന്ന കട്ടില് തലയിൽ ചുമന്നുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചുപോയി. ജൂതന്മാർക്ക് വിരൽ പിടിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ മൂർച്ഛിതത്ത് കണ്ടിട്ട് ഇസ്ലാമിലോട്ട് വരുന്നു. ജൂതന്മാര് വെല്ലുവിളിച്ചു, ഈസാ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞവരെയല്ലേ നിനക്ക് ജീവിപ്പിക്കാൻ കഴിയോ? അങ്ങനെ എങ്ങാനും നിനക്ക് അമാനുഷ ശക്തിയുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ സാമിനെ കബറിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമോ? സാമ മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഈസാ നബി പറഞ്ഞു, എവിടെയാണ് സാമിന്റെ കബറൊന്ന് കാണിച്ചു തരുമോ? ആളുകൾ സാമിന്റെ കബർ കാണിച്ചു കൊടുത്തു. ആ കബറിന്റെ അടയാളം പോലും അവിടെ ബാക്കിയില്ല. മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ മണ്ണോട് ചേർന്നു പോയ അവശിഷ്ടങ്ങൾ ബാക്കിയില്ലാത്ത സാമിന്റെ കബറിന്റെ അടുക്കൽ ഈസാ നബി നിന്നു. ആളുകൾ മുഴുവനും അത്ഭുതത്തോടെ സ്തബ്ധരായി നിൽക്കുമ്പോ ആ കബറിലേക്ക് നോക്കിയിട്ട് ഈസാ നബി പറഞ്ഞു, അത്രേ കുംബീദിനില്ല അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നൂഹ് നബിയുടെ മകനായ സാമു കബറിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നിന്നു. അത്രേ കണ്ടു നിന്ന ആളുകൾ ഒന്നടങ്കം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന ഈസാ റൂഹുല്ലാഹ്. ആയിരക്കണക്കിന് ആളുകളാണെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മുസ്ലിമായത്. ഈസാ നബി നൂഹിന്റെ നബിയുടെ മകനായ സാമിനോട് പറഞ്ഞു, സാമേ, എന്റെ മോചിതത്തിൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോ നിന്നെ ഞാൻ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ്. ഇനി നീ കബറിലേക്ക് തന്നെ മരിച്ചിട്ട് തിരിച്ചു പോയിക്കൊള്ളുക. ആ സമയത്ത് നൂഹ് നബിയുടെ മകനായ സാമ് പറഞ്ഞു, അത്രേ ഇല്ല ഈസാ നബിയെ, ഞാൻ ഇനി കബറിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഞാൻ മരിച്ചു കിടന്നതല്ലേ, ഞാൻ മരണമറിഞ്ഞവനല്ലേ. എന്തിനാണ് നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ചത്? ഇനി ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഈസാ നബി വല്ലാതെ വിഷമവൃത്തത്തിലായി. എന്തേ നീ തിരിച്ചു പോകുന്നില്ലേ? ആ സമയത്ത് സാമു പറഞ്ഞ ഒരു മറുപടി സന്ദർഭോചിതമായിട്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാമു പറഞ്ഞു, അത്ര ഈസാ നബിയെ, തിരിച്ചു പോകാൻ മടിയുണ്ടായിട്ടല്ല, എനിക്ക് ജീവിക്കാൻ ഒരിക്കൽ കൂടി കൊതിയുണ്ടായിട്ടല്ല, എനിക്കിനി മരിക്കാൻ മനസ്സില്ല ഈസാ നബിയെ. കാരണം എന്തെന്നറിയുമോ? ഒരൊറ്റ പ്രാവശ്യം മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചവനാണ്. സക്കറാത്തിന്റെ വേദന എന്തെന്ന് ഞാൻ അനുഭവിച്ചവനാണ്. ഇനി ഒരിക്കൽ കൂടി സക്കറാത്ത് അനുഭവിക്കാൻ, ഇനി ഒരിക്കൽ കൂടി മരണത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈസാ. മരണവേദന എങ്ങനെയാണ്? ഒന്നനുഭവിച്ചവൻ പിന്നെ ഒന്നുകൂടി അനുഭവിക്കാൻ നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ കൂടി സക്കറാത്തിന്റെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല ഈസാ നബിയെ. അതുകൊണ്ട് ഞാൻ മരിക്കണമെങ്കിൽ അല്ലാത്ത സക്കറാത്ത് മൗത്ത് സാനിയാ. ഇനി ഒരിക്കൽ കൂടി എനിക്ക് മരണവേദന ഒഴിവാക്കി തരുമോ? സഹോദരങ്ങളെ, ഇങ്ങനെ അത്ഭുതങ്ങളുടെ പരമ്പര തീർത്ത ഈസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ചു ജൂതന്മാർ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ധാരാളം ആളുകളുണ്ട്. ഏതാണ് ഈസാ നബി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് യൂദാസിന് 30 വെള്ളിക്കാശ് കൊടുത്തത്. ഈസാ നബിയും അപ്പോസ്തലന്മാരും ഈസാ നബിയുടെ അതേ ചായയുള്ള ധാരാളം ആളുകളുണ്ട്. യൂദാസിന് വെള്ളിക്കാശ് കൊടുത്തത് എന്തിനെന്നറിയുമോ? ഗുഹയ്ക്കകത്ത് ഈസാ നബിയും കൂട്ടുകാരും ഇരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി ജൂതന്മാര് വരുമ്പോ യഥാർത്ഥ ഈസയാരെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. 30 വെള്ളിക്കാശിന് യൂദാസിന് വിലക്കെടുത്തു. ജൂതന്മാര് ഈസാ നബിയെ കൊല്ലാൻ ഗുഹക്കകത്തേക്ക് കയറിയപ്പോ ആ സമയത്ത് യൂദാസ് ഇന്നാളാണ് ഈസാ നബി എന്ന് പറയാൻ കൈ ചൂണ്ടിയപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഖൗലിഹിം ഇന്നാ ഖതൽനാ ഈസാ
ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ റസൂലല്ലാഹ്. യൂദാസ് ചൂണ്ടിക്കാണിച്ച ആളെ ജൂതന്മാര് പിടിച്ചു കെട്ടി. ആ പിടിച്ചു കെട്ടിയ ജൂതന്മാര് കാൽവരി പർവ്വതത്തിന്റെ മുകളില് ആ യൂദാസ് ചൂണ്ടിക്കാണിച്ച ആളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചു. ആ മനുഷ്യനെ ആണികൊണ്ട് മുള്ളാണി കൊണ്ട് കുരിശിൽ തറച്ചു. രാത്രി സമയത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ വന്നു നോക്കുമ്പോ ഈസാ നബിയെ കാണുന്നില്ല. ക്രൈസ്തവര് പറഞ്ഞു ജൂതന്മാര് ഈസയാണ് കുരിശിൽ തറച്ചത്. ജൂതന്മാര് പറഞ്ഞു ഞങ്ങൾ ഈസയെ കൊന്നു, ഞങ്ങൾ യേശുവിനെ കൊന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ. അവിടെ രണ്ടുപേരുടെയും വാദം തെറ്റാണ് നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇല്ല, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു ഇല്ല, വമാ ഖതലൂഹു ഈസാ നബിയെ ജൂതന്മാര് കൊന്നിട്ടില്ല. വമാ സലബൂഹു ഈസാ നബിയെ യേശു ക്രിസ്തുവിനെ ആരും കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും യൂദാസിന് ആള് മാറിപ്പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തി. യൂദാസ് ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥ ഈസാ നബിയല്ല. അല്ലാഹു പറയുന്ന ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഈസാ നബിയെ ഞാൻ എന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈസയെ ഞാൻ എന്റെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ അടുക്കൽ ഈസാ നബി സുഖവാസത്തിലാണ്. വെള്ളമിനാരം പണിതുകൊള്ളുക. ലോകാവസാനത്തിന്റെ അടയാളമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഈസാ നബിയെ കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. പിന്നെന്ത് പറ്റി? വലാകിൻ ശുബ്ബിഹ ലഹു, അവർക്ക് ആള് മാറിപ്പോയി. ഈസാ നബിയെ പോലെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യൂദാസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത യഥാർത്ഥ ഈസാ നബിയല്ല. ഈസാ നബിയെ അല്ലാഹു ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, ഈസാ നബി അല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തി. ആ ഉയർത്തിയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദിമിഷ്കിലെ പള്ളിയിലെ വെള്ളമിനാരത്തിൽ. ഇന്നും ദിമിഷ്കിലെ പള്ളിയുടെ ഇടത്തെ ഭാഗത്തെ വെള്ളമിനാരത്തിൽ ഗോവണി കാണാം ഈസാ നബിക്ക് ഇറങ്ങി വരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്താണ് ജീവിക്കാൻ കഴിഞ്ഞതെങ്കിൽ, അവിടെ വരെയാണ് നമ്മുടെ ആയുസ്സെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് ഈസാ നബിയുടെ പുറകിൽ അണിനിരക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങൾ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ ആമീനൊരു പവർ ഇല്ലാത്തത്? ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ? നമുക്ക് അത് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു പ്രവാചകനെ നമുക്ക് നേരിട്ട് കണ്ടുകൂടെ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അള്ളാന്റെ റസൂല് വരുന്നതിന് 500 വർഷം മുമ്പ് വന്നു പോയ ആളാണ് ഈസാ നബി. ഈസാ നബിയുടെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിലുള്ള വർഷം വെറും 500 വർഷത്തെ കാലഘട്ടമാണ്. ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇവിടെയാണ്. അള്ളാന്റെ ഖുർആൻ, എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടുമില്ല, ഈസാ നബിയെ കൊന്നിട്ടില്ല. ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞതാരാ? ആ മറുപടി പറയും ചുമ്മാ ഉറങ്ങുക. ഇത് ഇങ്ങനെയാണ് ഞാൻ വാള് പറയില്ല. ഈസാ നബിയെ കൊന്നു എന്ന് പറഞ്ഞാരാ? ഇത് ചുമ്മാ ചരിത്രമോ അല്ലെങ്കിൽ എന്ന് പറയണോ അല്ല. അത് കേട്ടിരുന്ന ചുമ്മാ കേട്ടിരുന്നാ മതി. ഇത് ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. ഒരു നിമിഷം പോലും, ഒരു തരി പോലും ഇതിനകത്ത് നമുക്ക് സന്ദേഹമില്ല. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുമ്പോൾ ഒരു ചരിത്രം മറ്റൊരു ചരിത്രമായിട്ട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാ മനസ്സിലാകുള്ളൂ ഈസാ നബി എന്തിനാ തിരിച്ചിറങ്ങുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മഹ്ദി വ കഹില. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. വ കഹില, കുഹൂലായിരിക്കുമ്പോൾ സംസാരിച്ചു എന്നാണ്. കുഹൂൽ എന്ന് പറഞ്ഞാൽ ആ കുഹൂലിന്റെ പ്രായം വരെ ഈസാ നബി ഭൂലോകത്തുണ്ടായിട്ടില്ല. അപ്പൊ കഹില, കുഹൂല് എന്ന് പറയുന്ന ആ പദം 35-40 വയസ്സിന് മുകളിലോട്ടാണ്. ആ കാലഘട്ടത്തിലും ഈസാ നബി സംസാരിച്ചു എന്ന ഖുർആന്റെ ആയത്ത് ശരിയാകണമെങ്കിൽ ഈസാ നബി ഇറങ്ങിയേ പറ്റൂ. 33-ാമത്തെ വയസ്സിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തുന്നത്. എത്രാമത്തെ വയസ്സിൽ? 33-ാമത്തെ വയസ്സിൽ. 33 വയസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വർഗത്തിലും എല്ലാവർക്കും 33 വയസ്സാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.
അങ്ങനെ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകും ദിമിഷ്കിലെ പള്ളിയിൽ. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. ഒന്ന് പോണം സഹോദരങ്ങളെ. ചുമ്മാ ഈ 1000-2000 കൊടുത്തിട്ട് പെരുന്നാളിന് വീഗാലാൻഡിൽ പോയാൽ പോരാ. ഇസ്ലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന ഭൂമി ഒന്ന് കാണണം. ധാരാളം ആളുകൾ ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചരിത്രഭൂമിയിലൂടെ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ പരസ്യം കാണാം. ഒന്ന് പോകണം. പോയി ഇതൊക്കെ കണ്ടിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച ചാവുകടല്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച തൂരുസീന പർവ്വതം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച വൃക്ഷം, അള്ളാഹു ശബ്ദം കേട്ടല്ലോ, ഫിൽ ബുഖഅത്തിൽ മുബാറക്കത്തി മിനശ് ശജറ, സൂറത്തു താഹ, ആ വിളിച്ച വൃക്ഷം, അതുപോലെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ, ഇങ്ങനെ ധാരാളം ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ ഉറങ്ങുന്ന ഭൂമിയൊക്കെ ഒന്ന് പോയി കാണണം. ബൈത്തുൽ മുഖദ്ദസ് കാണണം. ബൈത്തുൽ മുഖദ്ദസ് ഖുദ്സ് എന്ന് കാണണ്ടേ? ദിമിഷ്കിലെ പള്ളി കാണണ്ടേ? ഈ പള്ളിയൊക്കെ കാണാം. ആകെ 1 ലക്ഷം രൂപ മതി. 1 ലക്ഷം രൂപ മതി. പോയി ഇതൊക്കെ കണ്ടിട്ട് ഉംറയെ നിർവഹിച്ച് തിരിച്ചു വരാം. ഞാനൊന്ന് പോണമെന്ന് വലിയ ആഗ്രഹിച്ചിരിക്കാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ പോയി കാണാൻ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച ചാവുകടല്. ലോക ഖുർആനിൽ അള്ളാഹു ധാരാളം സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തത് ആർക്കാ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെയാ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ പേമാരി പെയ്യിപ്പിച്ചിട്ടും ഇടിമുഴക്കൊണ്ടാക്കിയിട്ടും ഒക്കെ അള്ളാഹ് നശിപ്പിച്ചത് ലൂത്ത് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചെങ്ങനെയാണെന്ന് അറിയോ? മലക്കിങ് വന്നിട്ടൊരു കോരലങ്ങ് കോരി. ഈ തട്ടുകടയിലൊക്കെ ദോശ മറിച്ചിടുന്ന മാതിരി ചട്ടകം അകത്തോട്ടങ്ങ് കയറ്റിട്ടൊരു പൊക്കങ്ങ് പോക്കും. കുറച്ച് ബിരുദന്മാരായ തട്ടുകടക്കാരാണ് ഇത്രയും പൊക്കിയിട്ടൊന്ന് കമത്തി അടിക്കും. ബഹുമാനപ്പെട്ട മലക്കുകൾ വന്നിട്ട് ലൂത്ത് നബിയുടെ സമൂഹം താമസിച്ചിരുന്ന ഭൂമി ഒന്ന് പൊക്കി, കൈ അടിയിലോട്ടിട്ടിട്ടൊന്ന് പൊക്കിയിട്ട് എവിടം വരെ പൊക്കി? ചരിത്രത്തിൽ കാണാം. ഹത്താ യസ്മാ അഹ്ലു സമായി സൗത്തദ് ദജാജ, ആ നാട്ടില് ജീവിച്ചിരുന്ന കോഴികളുടെ ശബ്ദം ആകാശത്തുള്ളവർ കേൾക്കുന്നത് വരെ പൊക്കി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലെ ഭൂമിയിൽ കോഴിക്കുട്ടി കിടന്ന കോഴിയില്ലേ, ആ കോഴി കരയുന്ന ശബ്ദം ആകാശത്തുള്ളവർ കേട്ടു. അപ്പൊ അത്രയും അടുത്ത് വരെ പൊക്കി. ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒരൊറ്റ അടി, നേരെ കമഴ്ത്തി ഒരൊറ്റ അടി. ആ കഥ പറയും ചാവുകടൽ. ഏത് കടലിൽ കയറി കിടന്നാലും മുങ്ങിപ്പോകും. പക്ഷെ ചാവുകടലിൽ കിടന്നാൽ ഇപ്പോഴും മുങ്ങൂല. ചാവുകടലെ നിങ്ങൾ ചാട് നോക്കി മുങ്ങൂല. ഇങ്ങനെ ചരിത്രങ്ങൾ അറിയുന്ന ഖിയാമത്ത് നാളിന്റെ ഈ ചരിത്രം മുഴുവൻ ഉണ്ടാകുന്നത് ബൈത്തുൽ മുഖദ്ദസ് ദിമിഷ്കിലെ പള്ളിയൊക്കെയാണ്. ഒന്ന് പോയി കാണണം. വെറുതെ നമ്മൾ ഈ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കണമെന്നാ. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത 10 സെന്റിന് അഡ്വാൻസ് കൊടുക്കും. നമുക്ക് മൊത്തം ഈ മോഹമാണ്. ഇങ്ങനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകണം. ഇല്ല സഹോദരങ്ങളെ, ഇസ്സത്തുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞു കരുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പകർന്നു പറഞ്ഞു കൊടുക്കണം. പറയൂലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞു. ആ ഈസാ നബി ഇറങ്ങുന്ന സംഭവമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ദിമിഷ്കിലെ പള്ളിയിലെ വെള്ള മിനാരത്തില് ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടെ മറിയമിന്റെ പുത്രൻ ഈസാ. ആ പള്ളിയുടെ മിനാരത്തിന് ഇപ്പോഴും വെള്ളമിനാരമാ. ആ വെള്ളമിനാരത്തിലോട്ട് കടന്നു വരുമ്പോ സഹോദരങ്ങളെ, ദജ്ജാല് കൊണ്ട് പൊറുതിമുട്ടിപ്പോയ സമൂഹം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ദജ്ജാല് ലോകം മുഴുവനും ഫിത്നയുമായി നടക്കും. പക്ഷേ എന്റെ മക്കയിലോ മദീനയിലോ ദജ്ജാല് കയറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പാദപതന സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മക്കത്തുൽ മുക്കറമ, മദീനത്തുൽ മുനവ്വറ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടണത്തിൽ ദജ്ജാല് കയറില്ല. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ഉംറയ്ക്ക് പോകുമ്പോ 10 ദിവസം കഴിഞ്ഞ് മദീനത്തോട്ട് കടന്നു പോകുമ്പോ എന്റെ കൂടെയുള്ള ആള് കാണിച്ചു തന്നു. കാറിലിരിക്കുമ്പോ, ഉസ്താദേ കണ്ടോ, അതാണ് ജുനുഫ് മല. അതാണ് ഒരു മലയുടെ ഭാഗം. ആ മലയ്ക്ക് പേര് പറയുന്നത് ജുനുഫ് എന്നാണ്. ആ മലയുടെ മുകളിൽ സൗദി രാജാവിന്റെ പാലസാണിപ്പോൾ. ആ മലയുടെ മുകളിലാണ് ദജ്ജാല് വന്ന് കയറി നിൽക്കുക. ഇന്ന് ആ മല നിങ്ങൾക്ക് കാണാം. മദീനത്ത് പോയാൽ ആ മലയുടെ പേര് ജുഹുഫ് എന്നാണ്. ജുഹുഫ്.
അവിടെയാണ് ദജ്ജാൽ വന്നിറങ്ങുന്നത് എന്നാണ് പറയുക. ആ മലയുടെ മുകളിൽ ഇപ്പോൾ സൗദി രാജാവ് പാലസ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വലിയ വേറൊരു ചർച്ചയും കൂടെ ഉണ്ട്. ഈ ലോകാവസാനത്തിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇത് പറയുന്നതെല്ലാം പുലരുമോ? സൂര്യൻ പൊട്ടിത്തകരും, നക്ഷത്രങ്ങൾ മൂവാണ്ടമാവ താങ്ങോട്ട് വീഴും പോലെ വീഴുമെന്നാ പറയുന്നത് ഖുർആൻ സൂറത്ത് തക്വീർ. ദജ്ജാൽ പറഞ്ഞിട്ടുണ്ട് ഇനി ദാബത്തുൽ അർദ്, യഅജൂജ് മഅജൂജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ രണ്ടാളുകളാണ് യഅജൂജും മഅജൂജും. അതൊക്കെ ഏത് വാക്കാണ്? അറബിയാണോ? ഇതൊക്കെ ഒന്ന് പഠിക്കണം സഹോദരങ്ങൾ. അറബി പഠിക്കണം. ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഒരു പയ്യൻ, അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഗൾഫിൽ പോയി. അവന്റെ മദിനി ഗൾഫിൽ പോയി. അപ്പൊ പിറ്റേ ദിവസം രാവിലെ അവൻ മദിനിക്ക് ഫോൺ ചെയ്തു, ഗൾഫിലെ നമ്പറിൽ. അപ്പൊ അതിനകത്തൊരു പെണ്ണിന്റെ ശബ്ദം, നെർജുൽ ഹവാല തദിക്കിറത്തി വക്കില്ലഹ. അപ്പൊ അവന് തള്ളയെ മദിനി ഇത്ര പെട്ടെന്ന് അറബിയൊക്കെ പഠിച്ച. സൗദി ഗവൺമെന്റിന് ഒരു കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉംറയ്ക്ക് പോയിട്ട് മദീനത്ത് നിന്നിട്ട് ജുഹുഫ് മല കണ്ടപ്പോ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി. പടച്ചവനെ, മുസ്ലിം ആകാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചു. അള്ളാഹു അഭിമാനം നിലനിർത്തി തരട്ടെ. അള്ളാഹു അഭിമാനം നിലനിർത്തി തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു, ദജ്ജാൽ ഇറങ്ങുമെന്ന് പറഞ്ഞ മലയാണിത്. സഹോദരങ്ങളെ, മദീനത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന ജുഹുഫ് മല, ആ മലയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്നൊരു വെള്ളക്കൊട്ടാരം പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിരിക്കുന്ന മസ്ജിദുൻ നബവി കാണാം. അതൊരു വല്ലാത്ത കാഴ്ചയാണത്. ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ, സ്വർണ്ണത്തിൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ 450 തൂണുകൾ നിലഞ്ഞു നിൽക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കുപ്പുകൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരു വെള്ളക്കൊട്ടാരം പോലെ, മേഘപാളികളുടെ ഇടയിലൂടെ തെങ്ങി നീങ്ങുന്ന ഒരു വെള്ളക്കൊട്ടാരം പോലെ ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറ കാണാം. അള്ളാന്റെ റസൂല് പറഞ്ഞു, ജുഹുഫ് മലയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കുമത്രേ, ലിമൻ ഹാദൽ കസ്റുൽ അബിയൽ, ലിമൻ ഹാദൽ കസ്റുൽ അബിയൽ, ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണെന്ന് ജുഹുഫ് മലയുടെ മുകളിൽ കയറി നിന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ ഈ സംഭവം പറയുമ്പോ, അള്ളാന്റെ റസൂൽ ഹദീസ് പറയുമ്പോ, അന്നത്തെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയുടെ അവസ്ഥ എന്താ? ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച 4 ഈത്തപ്പന മരത്തിന്റെ തൂണുകൾ കൊണ്ടുണ്ടാക്കിയ പാടമണല് മാത്രം വിരിച്ചിട്ട ഒരു കൊച്ചു പുര, ആ പുരയാണ് മസ്ജിദുൻ നബവി. ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടിയ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലോകാവസാനം അടുക്കുമ്പോ ദജ്ജാൽ പുറപ്പെടും. അവൻ എന്റെ മദീനത്ത് കിടക്കില്ല, അവൻ എന്റെ മക്കളിൽ കയറില്ല. പക്ഷേ ജുഹുഫ് മലയുടെ മുകളിൽ നോക്കിയിട്ട് അവൻ ചോദിക്കും, ലിമൻ ഹാദൽ കസ്റുൽ അബിയൽ, ഈ വെളുത്ത കൊട്ടാരം ആരുടേതാണ്? ദജ്ജാലിന്റെ ചോദ്യത്തിന് ആരും മറുപടി പറയില്ല. അവസാനം ദജ്ജാൽ തന്നെ മറുപടി പറയുമത്രേ, എനിക്കറിയാം, ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങേക്കായിരം സലാം നബിയേ, സലാം നബിയേ, സലാം നബിയേ. ആരറിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ അന്ന് മസ്ജിദുൻ നബവിയെ കുറിച്ച് പറഞ്ഞത് കസ്ർ കൊട്ടാരമെന്നാണ്. ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കുക, യഥാർത്ഥത്തിൽ അവർ വെള്ളക്കൊട്ടാരമാണ്, വെള്ളക്കൊട്ടാരമാണ്. ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറയാണ്. സൗദി ഗവൺമെന്റിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേര് ദജ്ജാൽ വന്ന് നോക്കുമ്പോ ഒരു വെള്ളക്കൊട്ടാരം പോലെ പറന്നു കിടക്കുന്ന മസ്ജിദുൻ നബവി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദജ്ജാലിന്റെ പാദം പതുക്കാത്ത ഒരേ ഒരു കെട്ടിടമേടാ, അതെന്റെ മദീനയാണ്, മറ്റൊന്നെന്റെ മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയോട് പറയും, ഈസാ നബിയേ, ഈസാ നബിയേ,
ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക സമൂഹം ഭീതിയിലാണ്. ഈസാ നബി കയ്യിൽ കുന്തമെടുക്കും. എന്നിട്ടൊരു വെളുത്ത കുതിരയുടെ മുകളിലോട്ട് പാഞ്ഞു കയറുമ്പോ ദജ്ജാലിനെ കൊല്ലാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുതിരപ്പുറത്ത് കുന്തവുമായി പായുന്നു. ദജ്ജാൽ വിവരമറിയുന്നു. തന്നെ വധിക്കാൻ ഈസാ നബി ദുഷ്കിലെ പള്ളിയുടെ വെളുത്ത മിനാരത്തിൽ ഇറങ്ങിയെന്നറിയുമോ? അതേവരെ അമാനുഷിക ശക്തികൾ കാണിച്ച ദജ്ജാല് പിന്തിരിഞ്ഞോടാൻ തുടങ്ങും. ഈസാ നബി കുതിരപ്പുറത്ത് കുന്തവുമായി പോയും മുസ്ലിമേ കോരിത്തിരിക്കട്ടെ നിന്റെ ശരീരം, ഇതല്ലാണ്ട് റസൂൽ നിനക്ക് പറഞ്ഞു തന്നതാണ്. കുതിരപ്പുറത്ത് കുന്തവുമായി പായുന്ന ഈസാ നബി അലൈഹിസ്സലാത്തിന്റെ വരവ് കണ്ട് ദജ്ജാൽ ഓടാൻ തുടങ്ങും. ദജ്ജാലിന്റെ പുറകെയുള്ള ജൂതന്മാർ ഓടാൻ തുടങ്ങും. അവസാനം ഇസ്രയേലിലെ എയർപോർട്ടിന്റെ മുമ്പിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കണ്ടുമുട്ടും. ഇസ്രയേലിലെ ഇന്നത്തെ ലോക ജൂറായിസത്തിന്റെ തലസ്ഥാനത്തിന്റെ നടുവിൽ ആരാണോ ഈസാ നബിയെ കൊന്നെന്ന് വീരവാദം മുടക്കിയത് അവന്റെ നെഞ്ചകത്ത് കയറി നിന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദജ്ജാലിനെ കുത്തിമലർത്തും. ഈസാ നബി ദജ്ജാലിനെ കുത്തിമലർത്തും. എന്റെ സഹോദരങ്ങളെ, 1000 വട്ടം ഞങ്ങൾ ഈസയെ കൊന്നെന്ന് പറഞ്ഞ ജൂദായിസത്തിന്റെ അവന്റെ മുമ്പിൽ ചെന്നിട്ട് പറയും, എന്നെ നിങ്ങൾ കൊന്നിട്ടില്ലടാ, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ലടാ എന്ന് പറഞ്ഞ് മുറ്റത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന വീരയോദ്ധാവിന്റെ ശൈലിയോട് ഈസാ നബി ഇസ്രയേലിന്റെ എയർപോർട്ടിന്റെ മുമ്പിൽ വെച്ച് ദജ്ജാലിനെ കുത്തിമലർത്തി കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന അവസാനിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് ഇമാം മഹ്ദി മരണപ്പെടുന്നു. ഇമാം മഹ്ദിയുടെ മയ്യത്ത് മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നു. ഇമാം മഹ്ദിയുടെ മയ്യത്തടക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിക ഭരണത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കും. ഈസാ നബി വിവാഹം കഴിക്കും. ദജ്ജാലിനെ കൊന്നാലുടനെ ഈസാ നബി പറയും, പന്നികളെ മുഴുവനും കൊന്നെടുക്കുക, കുരിശുകൾ തകർത്തു മാറ്റുക. ഈസാ നബി പന്നിമാംസം ഹലാലാണെന്ന് പറഞ്ഞവരോട് ഈസാ നബി പന്നികളെ കൊന്നെടുക്കാൻ ഓർഡറിടും. സഹോദരങ്ങളെ, ഏതാണ്ട് 40 വർഷം ഈസാ നബി ഭൂമി ഭരിക്കും. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിക ലോകത്തിന്റെ യോഗാവസാനത്തിന് തൊട്ടു മുമ്പുള്ള അടുത്തടയാളം പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷപ്പെടുന്ന അടയാളം ഏതെന്നറിയുമോ? യജൂജും മഅജൂജും ഒരു സാങ്കല്പിക കഥയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കഥയാണിത്. ഹത്താ ഇദാ ഫുതിഹത് യജൂജ വമഅജൂജ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചു ഹത്താ ഇദാ ഫുതിഹത് യജൂജ വമഅജൂജ, യജൂജിനെയും മഅജൂജിനെയും തുറന്നു വിടുമ്പോ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, അവര് താഴ്വരയിലൂടെ നിറഞ്ഞു നടക്കുമ്പോ ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചു യജൂജ് മഅജൂജ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം യജൂജ് മഅജൂജ് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാ. എന്താ യജൂജ് മഅജൂജ്? അത് 2 പേരാണോ അതോ 2-ലധികം പേരാണ്? അതൊരു സമൂഹത്തിന്റെ പേരാണ്. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിനുള്ള ഒരു സമൂഹത്തിന്റെ പേരാണ് യജൂജ് മഅജൂജ്. വളരെ പൊക്കം കുറഞ്ഞ ആളുകളാണ് യജൂജ് മഅജൂജ്. ഈ യജൂജ് മഅജൂജ് ലോകത്തേക്ക് പുറപ്പെടും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഹത്താ ഇദാ ഫുത്തിഹത്ത്, തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ, തുറന്നു വിട്ടാൽ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഖുർആൻ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെവരെയോ അടച്ചിരിക്കുകയാണെന്നല്ലേ. അപ്പൊ യജൂജ് മഅജൂജ് എന്ന് പറയുന്നത് 2 പേരല്ല, 2-ലധികമുള്ള ഒരു വലിയ ബഹുസ്വര സമൂഹമാണ്. അവരെ തുറക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. എവിടെയാണ് അടയ്ക്കപ്പെട്ടത്? അടയ്ക്കപ്പെട്ട സംഭവം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊന്ന് ചർച്ച ചെയ്യാം ഒരല്പനേരം. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതല് സുന്നത്താണ്. ഒരാൾ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ പിറ്റേ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അതുവരെ അവൻ ചെയ്ത എല്ലാ ചെറിയ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഒരു സൂറത്തുൽ കഹ്ഫ് ഓതുമല്ലോ എല്ലാവരും. ഇന്ന് ഓതിയാല് കഴിഞ്ഞ പ്രാവശ്യം ഓതിയത് മുതൽ ഇപ്പോൾ ഓതിയത് വരെ ഏതൊക്കെ ചെറിയ പാപങ്ങൾ ചെയ്തോ ആ പാപങ്ങളെല്ലാം അള്ളാഹു സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? സഹോദരിമാര് വെള്ളിയാഴ്ച രാവിലെ, അതായത് വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച ജുമയ്ക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം, ഈ സമയത്തിൽ എപ്പോഴെങ്കിലും ഓതണം. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഖുർആൻ ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാൽ പറഞ്ഞു കൊടുക്ക് നബിയെ. ചുരുക്കി പറയാം, ആരാ ദുൽഖർനൈൻ ചക്രവർത്തി? ലോകം മുഴുവനും അടക്കി ഭരിച്ച ചക്രവർത്തിയാണ് ദുൽഖർനൈൻ ചക്രവർത്തി. അദ്ദേഹം ഒരു ദിവസം യൂറോപ്പിലേക്ക് സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോ യൂറോപ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ദുൽഖർനൈൻ ചക്രവർത്തിയുടെ അടുക്കലെ കാവലാദ്യമായിട്ട് കുറെ ജനങ്ങളോട് വന്നു. അവര് വന്നിട്ട് പറഞ്ഞു ദുൽഖർനൈൻ ചക്രവർത്തിയോട്, അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. ഖാലൂ യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖറദൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയെ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറയുകയാണ്. ഒരു സമൂഹം വന്നിട്ട് പറയുന്നു, ദുൽഖർനൈൻ ചക്രവർത്തിയെ, ഇന്ന യഅജൂജ വമഅജൂജ, യഅജൂജും മഅജൂജും മുഫ്സിദൂന ഫിൽ അർദ്, അവര് ഞങ്ങളുടെ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കുകയാണ്. അവര് ഞങ്ങളുടെ വയലുകൾ നശിപ്പിക്കുകയാണ്, ഞങ്ങളുടെ വിളകൾ തിന്നൊടുക്കുകയാണ്. യഅജൂജ് മഅജൂജിന്റെ പരാക്രമം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദുൽഖർനൈൻ ചക്രവർത്തിയെ, ആ യഅജൂജ് മഅജൂജിനെ ഒന്ന് തടയിടാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? ആ യഅജൂജിന്റെ പരാക്രമത്തിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷിക്കുമോ? ദുൽഖർനൈൻ ചക്രവർത്തി, ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി പറഞ്ഞു, ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ആ ഭാഗത്ത് നിന്നാണ് യഅജൂജ് മഅജൂജിന്റെ സമൂഹം വരുന്നതെങ്കിൽ ആലാന തജഅല ബൈനനാ വബൈനഹും സദ്ദാ, യഅജൂജ് മഅജൂജിന്റെയും ഞങ്ങളുടെയും ഇടയിൽ അവര് കടന്നു വരാതിരിക്കാൻ സദ്ദാ, ഒരു മതിൽ ഞങ്ങൾക്ക് കെട്ടിത്തരുമോ? ദുൽഖർനൈൻ ചക്രവർത്തിയോട് അവര് പറഞ്ഞ എന്താ? അവര് കടന്നു വരാതിരിക്കാൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ, അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു മതില്, ഒരു അണക്കെട്ട് കെട്ടിത്തരണം, ഒരു വൻമതില്. അങ്ങനെ ദുൽഖർനൈൻ ചക്രവർത്തി പറഞ്ഞു, ശരി, ഒരു മതില് കെട്ടിത്തരാം, ഒരു മതില് കെട്ടിത്തരാം. യഅജൂജും മഅജൂജും വരുന്നത് ഏതായാലും യൂറോപ്പിൽ നിന്നാണ്. എന്താ യൂറോപ്പ്? യൂറോപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? യൂറോപ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, യൂറോപ്പിന് ഒന്നും തിരിയൂല. ഒന്നും തിരിയൂന്നല്ല, അറബി ഭാഷയുടെ പ്രയോഗം ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, അടുത്തൊന്നും തിരിയാൻ പോകുന്നുമില്ല. ലാ യഫ്ഖഹൂന ഖൗലാ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ എന്ന് പറഞ്ഞാൽ ഒന്നും അടുത്തൊന്നും തിരിയാത്ത സമൂഹമായി യൂറോപ്പ്. ഒന്നും അറിയാതിരുന്ന യൂറോപ്പിനെ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ യൂപ്പട്ടീസ് നദിയുടെ തീരത്തൂടി ഞണ്ടും പെറുക്കി നടന്ന യൂറോപ്യന്മാരെ വിജ്ഞാനത്തിന്റെ ശാഖയിലോട്ട് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ യൂണിവേഴ്സിറ്റികളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഞാൻ ചുരുക്കി പറയാൻ സമയം അവസാനിക്കാറായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദുൽഖർനൈൻ ചക്രവർത്തി, ഈ ദുൽഖർനൈൻ അലക്സാണ്ടർ ആണ് എന്ന് ചില അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം ദുൽഖർനൈൻ മുസ്ലിമായ ചക്രവർത്തിയായിരുന്നു, അലക്സാണ്ടർ മുസ്ലിം ആയിരുന്നില്ല. ഗ്രേറ്റ് അലക്സാണ്ടർ. അതുകൊണ്ട് ഇത് അലക്സാണ്ടർ ആണ് എന്ന് പറയുന്ന നിഗമനത്തോട് യോജിക്കാൻ കഴിയില്ല. ഏതായാലും ഈ വൻമതിൽ എവിടെയാണ് പണിതത്, എങ്ങനെയാണ് പണിതത്, അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ. ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി പറയുകയാണ്, നിങ്ങൾക്കും യഅജൂജ് മഅജൂജിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു മതിൽ കെട്ടിത്തരാം. ആ മതിൽ പണിയുന്നത് എങ്ങനെയാണ്? ആതൂനി സുബ്റൽ ഹദീദ്,
നിങ്ങൾ കുറെ ഇരുമ്പിന്റെ പാളികൾ എനിക്ക് കൊണ്ടുവന്ന് തരണം. അങ്ങനെ ആ നാട്ടുകാർ കുറെ ഇരുമ്പിന്റെ പാളികൾ കൊണ്ടുവന്ന് കൊടുത്തു. ആ ഇരുമ്പിന്റെ പാളികൾ രണ്ട് ഭാഗത്തും അടുക്കി വെച്ചിട്ട് സഹോദരങ്ങളെ ദുൽഖർനൈൻ എന്ത് ചെയ്തെന്നറിയുമോ? ഇരുമ്പിന്റെ ശക്തമായ പാളുകളെ രണ്ട് ഭാഗത്തും അടുക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ പറഞ്ഞു, ഇനി നിങ്ങൾ കുറെ ഈയം കൊണ്ടുവരിക. കുറെ ഈയം കൊണ്ടുവരപ്പെട്ടു. ദുൽഖർനൈൻ പറഞ്ഞു, തീ കത്തിക്കുക. വല്ലാതെ തീ കത്തിച്ചിട്ട് ഈയം ഒരുക്കിയിട്ട് രണ്ട് ഇരുമ്പ് പാളുകളുടെ ഇടയിലേക്ക് ഈയം കൊണ്ട് നിറച്ചു അത്രേ. ലോകത്തിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇരുമ്പിലേക്ക് ഈയം ഒരുക്കി ചേർത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തിയുള്ള ലോകം പിന്നീട് വേറെയില്ലെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോൻ ഊതി പറയുകയാണ്, ഇരുമ്പ് പാളികൾ അടുക്കി വെച്ച് അതിന്റെ നടുവിലൂടെ ഈയമുരുക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി യജൂജ് മഅജൂജിനെ തടയിടാൻ വേണ്ടി സമൂഹത്തിന്റെ ഇടയിലൂടെ ഒരു വലിയ വൻമതിൽ നിർമ്മിച്ചു. സഹോദരങ്ങളെ, ആ വൻമതിൽ ഏതാണ്? ചൈനയിലെ വൻമതിലാണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമ പഠിക്കണേ. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചൈന എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറയാനുള്ള കാരണം എന്താ? അറബികൾക്ക് ചൈനയിലേക്ക് എത്താനെന്ന് വലിയ ദുർഘടമാണ്. ഒരു മനുഷ്യന് പോലും എത്താൻ പറ്റാത്ത നാടാണ് അന്നത്തെ സീൻ, ചൈന എന്ന് പറയുന്ന സീൻ. ഇത് രണ്ടുകൂടി യോജിപ്പിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാർ പറയുന്നു, ചൈനയുടെ വൻമതിലിന്റെ ഏതോ ഒരു ഭാഗത്താണ് യജൂജ് മഅജൂജ് നിലനിൽക്കുന്നതെന്ന്. ഇത് പ്രാമാണികമായ പ്രബലമായ പ്രവാചകന്റെ ഹദീസുകളുടെ പിൻബലത്തിലുള്ള രേഖയല്ല. ഇതിനെ മുഴുവന് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറയുന്നുണ്ട്, അങ്ങ് മറുഭാഗത്ത് ചൈനയുടെ ഏതോ ഒരു ഭാഗത്താണ് ദുൽഖർനൈൻ ചക്രവർത്തി പണികടിച്ച വൻമതിലെന്ന്. ലോകത്തിന്റെ മുഴുവനും വർത്തമാനകാലത്തിന്റെ നടുവിലേറെ സങ്കീർണമായ ലോകാവസാനത്തിന്റെ ചർച്ചകൾ വരുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാ ലോകത്ത് യജൂജും മഅജൂജും പുറപ്പെടുകയാണ്. യജൂജും മഅജൂജും മതിൽ കെട്ടി തകർത്തുകൊണ്ട് ലോകാവസാനമാകുമ്പോൾ അവർ വെളിയിലോട്ട് വരും. ഭൂമിയിൽ വന്നാൽ അവർ പെട്ടുപെരുകാൻ തുടങ്ങും. ലക്ഷക്കണക്കിനായിട്ട് യജൂജും മഅജൂജും പെട്ടുപെരുകി സർവ്വവിളകളും അവർ തിന്നാൻ തുടങ്ങും. ഈ ഭൂമിയിലുള്ള സർവ്വ വെള്ളവും അവർ കുടിച്ചു വെട്ടിച്ചു തീർക്കും. മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല. സർവ്വ കൃഷികളും അവർ തിന്നുതീർക്കും. മനുഷ്യന് കുടിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അവസാനം മുസ്ലിമീങ്ങൾ ഈസാ നബിയുടെ അടുക്കൽ അപരാധിയുമായിട്ടെത്തും. ഈസാ നബിയെ യജൂജ് മഅജൂജിനെ കൊണ്ട് പൊറുതിമുട്ടി ഈസാ നബിയെ ഇതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യജൂജ് മഅജൂജിനെ ഒന്നടങ്കം മരിപ്പിച്ചു കളയുമെന്ന്, നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരെ മരിപ്പിച്ചു കളയുമ്പോൾ ലോകം മുഴുവനും പിന്നെ യജൂജിന്റെയും മഅജൂജിന്റെയും മയ്യത്താണ്. ഖബറടക്കുന്നത് എവിടെയാ? വീണ്ടും മുസ്ലിമീങ്ങൾ ഈസാ നബിയുടെ അടുക്കൽ വരും. ഈസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് നിന്ന് പറന്നു വരുന്ന പരുന്തിനെ പോലെയുള്ള പക്ഷികൾ യജൂജ് മഅജൂജിന്റെ ശവശരീരങ്ങൾ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. യജൂജ് മഅജൂജിന്റെ അദാബ് കഴിഞ്ഞാല് വളരെ ചുരുക്കി ഞാൻ പറയട്ടെ, ഈസാ നബി 40 വർഷം ഭരിക്കും. ഈസാ നബി വിവാഹം കഴിക്കും. അവസാനം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിന്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ഈസാ നബി വഫാത്താകും. വഫാത്താകുന്ന ഈസാ നബിയെ ഖബറടക്കും. എവിടെയാണ് ഈസാ നബിയെ ഖബറടക്കുന്നതെന്നറിയോ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താകും. ഈസാ നബിയെ ഖബറടക്കും. എവിടെ ഈസാ നബിയെ ഖബറടക്കുന്നത്?
അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിലോട്ട് കടന്നു ചെല്ലുമ്പോ, ബാബു സലാമിലൂടെ കടന്നു ചെല്ലുമ്പോ ആദ്യം നമുക്ക് കാണാം വെള്ളപ്പരവതാനി വിരിച്ച കുറച്ച് സ്ഥലം. എല്ലായിടത്തും ചുവപ്പ് കാർപ്പറ്റാണ്. വെളുപ്പ് കാർപ്പറ്റിൽ ചിത്രപ്പണിയുള്ള ഒരൽപ്പ സ്ഥലം കാണാം. ആ സ്ഥലമാണ് ലോകത്തിലെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം. മാബൈന ബൈതീവ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗത്തിലെ, ഭൂമിയിലെ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയണം മുസ്ലിമേ. കണ്ണ് നിറഞ്ഞു പോയി 2 റക്അത്ത് നിസ്കരിച്ച സ്ഥലമാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഖബർ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നന്മതിന്മകൾ തൂക്കിയതിനു ശേഷമുള്ള സ്വർഗമല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ധ്രുവത്തൊപ്പിയണിഞ്ഞ നൈനിറ്റാളിലല്ല, ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്ന കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിലല്ല, മിസിസിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ലണ്ടനിലല്ല, സാൻ ഫ്രാൻസിസ്കോയിലല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ, ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ആ സ്വർഗം എവിടെ നിന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, എന്റെ പ്രവാചകൻ, എന്റെ നേതാവ് നാളെ സിറാത്തിലെ കൈപിടിക്കേണ്ട, നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാണയിച്ചു പോകേണ്ട ഹൗലിന്റെ നായകനെ, വസീലയുടെ നായകനെ, മഖാമ് മഹമൂദിന്റെ നായകനെ, അല്ലാഹുവിന്റെ റസൂൽ വുളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തിലെ പ്രവാചകൻ ജീവിച്ചിരുന്നു. ആ പ്രവാചകൻ ബാങ്ക് കേട്ടപ്പോൾ വുളു എടുത്തിട്ട് പള്ളിയിലോട്ട് കയറിപ്പോയ സ്ഥലം, ആ പ്രവാചകന്റെ പാപം പതിഞ്ഞ സ്ഥലം. ആ സ്ഥലം എന്താ എന്നറിയുമോ? അല്ലാഹു പറഞ്ഞു, ഇത് ഭൂമിയിലെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഒരു പ്രവാചകൻ നടന്ന സ്ഥലം പോലെ സ്വർഗമായി മാറി. ആ ഭൂമിയിലെ സ്വർഗത്തിൽ ഒന്ന് നെറ്റിവെക്കാൻ, അവിടെ 1-2 റക്അത്ത് നിസ്കരിക്കാൻ വെള്ളക്കാരൻ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ, അറബികൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ഓർത്തുപോയി, ഇവിടെ തിരമാല ഒടുകുമോ? ഇവിടെ തിരമാല ഒടുകുമോ? ആളുകളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാട്ടൊടുകുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ. ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം കരഞ്ഞാല് 3/4 ഗ്രാം കണ്ണുനീരേ വരൂ എന്നാണ് സയൻസ് പറയുന്നത്. സയൻസേ നിനക്ക് തെറ്റിപ്പോയി. എന്റെ പ്രവാചകന്റെ റൗളയിൽ കരഞ്ഞപ്പോൾ വന്നത് 3/4 ലിറ്റർ അല്ല, 3/4 ഗ്രാം എന്നാണ് സയൻസ് പറയുന്നത്. ലിറ്ററോളം കണ്ണുനീരൊടുകിയ സ്ഥലം അല്ലാഹുവിന്റെ റസൂലിന്റെ പൂങ്കാവനം. വബൈന ബൈതീവ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആ സ്വർഗ പൂന്തോപ്പ് കഴിഞ്ഞാല് വലതു ഭാഗത്തൊരു മിമ്പർ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിച്ച മിമ്പർ, അല്ലാഹുവിന്റെ റസൂൽ കയറി നിന്ന മിമ്പർ. അത് കഴിയുമ്പോൾ ഒരു സ്വർണ്ണത്തിന്റെ കളറുള്ള കൂടാരം കാണാം. ആ കൂടാരത്തിന്റെ ഭാഗത്തോട്ട് കടന്നു ചെല്ലുമ്പോ നമ്മൾ കാണാം 2 ഹോളുകൾ കാണാം. ആ ഹോളുള്ള വാതിലിന് ആദ്യം കാണുന്നത് 2 ഹോളാണ്. അതിന്റെ മുകൾ ഭാഗത്ത് ഖുർആന്റെ ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വകാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാനുള്ള ആവേശത്തോടെ കടന്നു ചെല്ലുമ്പോ ആദ്യം ഒരു ഗ്രില്ല് കാണാം. ആ ഗ്രില്ലിൽ ഒരാളുടെയും ഖബറില്ല, അവിടെ ഒരാളെയും അടക്കം ചെയ്തിട്ടില്ല. 2ാമത്തെ ഗ്രില്ലിലാണ് പ്രവാചകനെ ഖബറടക്കിയിരിക്കുന്നത്. ആദ്യം ഒഴിച്ചിട്ടിരിക്കുന്ന ഗ്രില്ലിന്റെ ഭാഗം, അവിടെയാണ് ഈസാ നബിയെ ഖബറടക്കം ചെയ്യാൻ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമെന്ന്. ആദ്യം കാണുന്ന ഗ്രില്ലിന്റെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ. ലോകാവസാനത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറയാൻ ആർക്കാണ് കഴിയുക? ഇറങ്ങി വരാൻ പള്ളിയിൽ ഒരു മിനാരം ഒഴിച്ചിട്ടിരിക്കുന്നു, ഖബറടക്കാൻ റസൂലുള്ളാഹിയുടെ ചാരത്ത് സ്ഥലവും ഒഴിച്ചിട്ടിരിക്കുന്നു. ഈസാ നബി അവിടെയാണ് ഖബറടക്കുന്നതെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാ ഇത്ര ആധികാരികമായിട്ട് പറയുക? ഈസാ നബി അവിടെ അടക്കിക്കഴിഞ്ഞാൽ ജഹ്ജാ എന്ന് പറയുന്ന ഒരു രാജാവ് 6 വർഷം ഭരിക്കും. ഈസാ നബി ഭരിക്കുമ്പോ എല്ലായിടത്തും സമത്വമാണ്, സാഹോദര്യമാണ്, എല്ലാവരും മുസ്ലിമാകും. എല്ലാവരും ജൂതന്മാരടക്കമുള്ള ആളുകൾ മുസ്ലിമീങ്ങളാകും. ഖുർആനല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ.
وإن من أهل الكتاب إلا ليؤمنن به قبل موته. നബി അങ്ങ് മരിക്കുന്നതിന് മുമ്പ് ഈസാ നബിയെ സർവ്വവേദക്കാരും അങ്ങയെ കൊണ്ട് വിശ്വസിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാവരും വിശ്വസിക്കും. ലോകം മുഴുവനെ സമത്വം, സാഹോദര്യം കളിയാടും. ഈസാ നബി മരിച്ചു കഴിഞ്ഞ ജഹ്ജാവ് ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ, കുഴപ്പമുണ്ടാവാൻ തുടങ്ങും. ഫിത്നകൾ തുടങ്ങും, അനാചാരങ്ങൾ തുടങ്ങും, അന്ധവിശ്വാസങ്ങൾ തുടങ്ങും. പഴയ കാലത്തിലെ പോലെ ഇമാം മഹ്ദി വരുന്നതിന് തൊട്ടു മുമ്പ് ഏതവസ്ഥയാണോ ആ അവസ്ഥയിലേക്ക് ലോകം മുഴുവനും കടന്നുപോകും. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി അടയാളമുണ്ട്. അതൊക്കെ പറഞ്ഞു വന്നാലും നമുക്ക് വലിയ വിഷയങ്ങളാവും. ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായില്ലേ? ഇനി അടുത്ത ഭൂകമ്പം എവിടെ ഉണ്ടാവണം? ലോകാവസാനത്തിന് മുമ്പ് ഒരു ഭൂകമ്പം ഉണ്ടാവും. എവിടെ ഉണ്ടാവും? ലോകം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു ഭൂകമ്പം ഉണ്ടാവും. എവിടെയായിരിക്കും? നിങ്ങൾ ആരും ഉദ്ദേശിക്കാത്ത സ്ഥലത്താണ്. ശരി, ഇരിക്കാം. ക്ലൈമാക്സോടെ ഇരിക്കും. ശരി, ആവേശം വേണ്ട കേൾക്കാൻ. ജഹ്ജാവ് മരിച്ചതിന് ശേഷം ഈസാ നബിക്ക് ശേഷം 6 ചക്രവർത്തിമാർ കൂടി ലോകം ഭരിക്കും. പലരും പറയാണ്ട് ഈസാ നബി മരിച്ചു, ലോകം അവസാനിച്ചു. ഇല്ല, ഈസാ നബിക്ക് ശേഷം വീണ്ടും 6 പേര് കൂടി ലോകം ഭരിക്കും. ഓരോരുത്തരുടെ കാലഘട്ടത്തിലും ഫിത്ന ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, വ്യഭിചാരവും മറ്റും ഒക്കെ ആ സമയത്ത് അധികരിക്കും. ഇമാം മഹ്ദി വരുന്നതിന് തൊട്ടുമുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ തന്നെ കടന്നു വരും. അങ്ങനെ കടന്നു വന്ന് ലോകം മുഴുവനും വലിയ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കടന്നു പോകുമ്പോ ലോകത്താർക്ക് സത്യമില്ല, ധർമ്മമില്ല, ബോധമില്ല, ഒന്നുമില്ലാത്ത നമ്മുടെ കാലഘട്ടം പോലെ ആയി കഴിയുമ്പോ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ പെരുന്നാൾ ദിവസം വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ പെരുന്നാൾ ദിവസം. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ആളുകളെല്ലാം വീട്ടിലോട്ട് പോകും. അന്നത്തെ ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ ജനങ്ങളെല്ലാം വീട്ടിൽ കിടന്നുറങ്ങും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം 6 ചക്രവർത്തിമാര് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവനും അധപതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോ, അങ്ങനെ ലോകം മുഴുവനും ഹക്കിന് സ്ഥാനമില്ലാതെ അനാശാസ്യ പ്രവണതകൾ മുഴുകിക്കടിയുകയാണ്. ലോകാവസാനത്തിന് വിധിയെടുത്തിന്റെ കാഹളം ഊതാൻ പോവുകയാണ്. ഒരു വലിയ പെരുന്നാൾ ദിവസം എല്ലാവരും ഇശാ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. എല്ലാ മനുഷ്യരും ലോകം മുഴുവനും ഉറക്കത്തിലോട്ട് കടന്നു ചെല്ലുന്നു. സഹോദരങ്ങളെ, രാവിലെ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോ ലോകത്തതാ വെളിച്ചം കാണുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യന്റെ കിരണങ്ങൾ കാണുന്നില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് 12 മണിക്കൂർ കഴിഞ്ഞ് പകല് വരേണ്ട സമയമായി. പകല് കാണാനില്ല. ലോകത്ത് മുഴുവന് കൂരാക്കൂരിട്ടാണ്. ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങൾ മുഴുവന് കൂരാക്കൂരിട്ടിൽ കിടക്കുന്നു. കിടന്നുറങ്ങിയവരെല്ലാം കണ്ണു തുറക്കുന്നു, ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ പകല് വരുന്നില്ല, പകല് കാണുന്നില്ല. സൂര്യനെവിടെ കാണുന്നില്ല, പടിഞ്ഞാറൻ ചക്രവാളം എവിടെ കാണുന്നില്ല, കിഴക്കിന്റെ ഉപനവസ്ഥലി എവിടെ കാണുന്നില്ല, ഉഷസ്സിന്റെ പ്രഭാതമേ കടന്നു വരുന്നില്ല. എല്ലാവരും ഉറക്കമെഴുന്നേൽക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞു, രാത്രി മാറുന്നില്ല. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രി ഒരു ദിവസം കഴിഞ്ഞിട്ടും സൂര്യൻ ഉദിക്കുന്നില്ല. ആളുകൾ വിശന്നിട്ട് കരയാൻ തുടങ്ങി. ആടുമാടുകൾ നിലവിളിക്കുന്നു, വന്യമൃഗങ്ങൾ കടന്ന് മുരളുന്നു. ആളുകൾ മുഴുവൻ നിലവിളിക്കുന്നു, വിശന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ലോകം മുഴുവനും ഒരു തരിമ്പിന്റെ വെളിച്ചം പോലുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്ന് ആളുകൾ മുഴുവനും വിളക്ക് കത്തിക്കാൻ നോക്കും. അവര് വിളക്ക് കത്തിക്കാൻ നോക്കുമ്പോ പ്രകാശത്തിന് ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അന്ന് തീപ്പെട്ടി ഉരസിയാല് കത്തുകയില്ല, വിളക്ക് കത്തിച്ചാല് വരികയില്ല, ലൈറ്റ് ഇട്ടാല് സ്വിച്ച് ഇട്ടാല് ലൈറ്റ് തെളിയുകയില്ല. പ്രകാശത്തിന്റെ മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. 24 മണിക്കൂർ അങ്ങനെ കഴിയും. ആളുകളുടെ ദീനരോധനങ്ങൾ ഉയരാൻ തുടങ്ങി, വന്യമൃഗങ്ങൾ കരയാൻ തുടങ്ങി, കോഴികളും പറവകളും ഭീതിതമായ അലർച്ചയോടെ കരയാൻ തുടങ്ങി. മനുഷ്യൻ വിശന്നിട്ട് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. 48 മണിക്കൂർ കഴിഞ്ഞു. വലിയ പെരുന്നാളിന്റെ ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്ന ആളുകൾ 2 ദിവസം പൂർണ്ണമായി കഴിഞ്ഞു. സൂര്യനെ കാണാനില്ല. എല്ലാ ദിവസവും കിടക്ക് നിന്നുദിച്ച സൂര്യ, പടിഞ്ഞാറ് പോയി അസ്തമിച്ച സൂര്യകിരണങ്ങള്, ഇവിടെയാണ് നിങ്ങൾ മാറിപ്പോയത്. ലോകം മുഴുവനും നിലവിളിയുടെ ദീനരോധനം ഒളിഞ്ഞു നിൽക്കുമ്പോ, ലോകത്ത് മുഴുവനും ഒരു തുള്ളി വെളിച്ചമില്ലാതെ മനുഷ്യരും
നാൽക്കാലികളും കിടന്ന് പൊട്ടിക്കരയുമ്പോ അതാ 72 മണിക്കൂർ പിന്നിട്ടു, 72 മണിക്കൂർ പിന്നിട്ടു, 72 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോ 72 മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോ അതാ ദിവസങ്ങൾ കഴിഞ്ഞ് മനുഷ്യൻ മുഴുവനും വയറുപോലും വിശപ്പ് കൊണ്ട് മാന്തിപ്പറിക്കുമ്പോ 72 മണിക്കൂർ കഴിയുമ്പോ എവിടെ നിന്നോ ചെറിയ ചെറിയ പ്രകാശങ്ങൾ കടന്നു വരുന്നത് പോലെ, എവിടെയോ ഒരു തീപ്പട്ടിക്കൊള്ളി കത്തിച്ചതുപോലെ ഒരു ചെറിയ ചെറിയ പ്രകാശം കടന്നു വരികയാണ്. ആളുകൾ മുഴുവനും 72 മണിക്കൂറിന് ശേഷം പകല് കണ്ട ആഗ്രഹത്തോടെ അവര് നോക്കുമ്പോ സൂര്യന് പടിഞ്ഞാറ് നിന്നുദിക്കുകയാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുകയാണ്. ഗ്രഹണം ബാധിച്ചതുപോലെ, ഗ്രഹണം ബാധിച്ചതുപോലെ, ഗ്രഹണം ബാധിച്ചതുപോലെ അതാ ഇത്ര നാൾ കിഴക്കിൽ നിന്നുദിച്ച സൂര്യന്, ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കിഴക്കിൽ നിന്നുദിച്ച സൂര്യന് അതാ പടിഞ്ഞാറ് നിന്നുദിക്കുകയാണ്. ഗ്രഹണം ബാധിച്ച രോഗിയെ പോലെ സൂര്യകോളം മെല്ലെ മെല്ലെ ആകാശത്ത് കൂടി നടക്കുന്നു. മനുഷ്യർ പരിഭ്രാന്തിയോടെ എഴുന്നേൽക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സൂര്യൻ നടന്ന് നടന്ന് ആകാശത്തിന്റെ മധ്യഭാഗത്തെത്തും. എന്നിട്ടത് വന്നതുപോലെ തന്നെ പടിഞ്ഞാറേക്ക് തിരിച്ചു പോകും, വന്നതുപോലെ തിരിച്ചു പോകും. പിറ്റേ ദിവസം പതിവ് പോലെ സൂര്യൻ കിഴക്കിൽ നിന്നുദിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചു കഴിഞ്ഞാ പിന്നെ തൗബ ചെയ്താൽ സ്വീകരിക്കുകയില്ല, തൗബ സ്വീകരിക്കുകയില്ല. തൗബയുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. പിന്നീട് മനുഷ്യന് തൗബയില്ല, തൗബയില്ല, തൗബയില്ല. ആളുകൾ മുഴുവനും ഒരു വല്ലാത്ത അങ്കലാപ്പിൽ. എന്താണ് സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചത്? എന്താണ് സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചത്? അങ്കലാപ്പോടെ ജനങ്ങൾ മുഴുവനും കടന്നു കഴിയുമ്പോ, ജനങ്ങൾ മുഴുവനും നടന്ന് ഭീതിയോട്, ലോകാവസാനത്തിന്റെ കാകളം അടുത്തതോട് ഭീതിയോടെ നടക്കുമ്പോ അതാ നെഞ്ച് തകർത്തുകൊണ്ടൊരു അശനിപാഠം പോലെ വാർത്ത വീഴുന്നു. ചുരുക്കി പറയട്ടെ, മനുഷ്യരുടെ മനസ്സിലേക്ക് ഒരു വലിയ വാർത്ത വീഴുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മാനവക്കടലിന്റെ സംഗമഭൂമിയായ, ലോകത്തിലെ മാനവരാശിയുടെ കടൽ തിരമാല പോലെ മനുഷ്യരെ കൊള്ളുന്ന അറഫാ സംഗമം, അറഫാ മരുഭൂമിയിൽ ഭൂകമ്പമുണ്ടായി. അറഫയിൽ ഭൂകമ്പം പൊട്ടിപ്പിടരുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അടുത്തടയാളം അറഫാ മൈതാനിയിൽ ഭൂകമ്പമാണ്. ഭൂകമ്പം അറഫാ മൈതാനിയിൽ പൊട്ടിവരുമ്പോ ജപ്പാനിലെ ഭൂകമ്പം പോലെയല്ല. ജപ്പാനിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ വെളിയിലോട്ട് വന്നത് തിളച്ചു മറിഞ്ഞ ലാവയാണ്. ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോ ഭൂമിക്കുള്ളിൽ തിളച്ചു മറിയുന്ന ലാവയാണ് വന്നത്. പക്ഷേ അറഫയുണ്ടല്ലോ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദിയായ അറഫ, ഹജ്ജിന്റെ നിൽപ്പിന്റെ വേദിയായ അറഫ, എല്ലാവരും തിരിച്ചറിഞ്ഞ അറഫ. ആ അറഫയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോ ആ ഭൂകമ്പത്തിൽ നിന്നതാ ദാബത്തുൽ പൊട്ടിപ്പുറപ്പെടലായി. ഭൂകമ്പത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ദാബത്തുൽ അർളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, വഅഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർളി, ഭൂമിയിലെ ദാബത്തുൽ അർള് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഏത് ദാബത്തുൽ അർള തുകല്ലിമുഹും, ആ ദാബത്തുൽ അർള് നിങ്ങളോട് സംസാരിക്കും. സഹോദരങ്ങളെ, അറബയിൽ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിൽ നിന്ന് ദാബത്തുൽ അർള് പുറപ്പെടലായി. എന്താ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അന്നിഹായത്തു ഫിൽ ഫിത്നി വൽ മലാഹിം എന്ന ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹിയുടെ പ്രബലമായ കിതാബില് അദ്ദേഹം ദാബത്തുൽ അർളിന്റെ ലക്ഷണം പറയുകയാ. റൗസുഹാ